Alhamdulillahi wahda wassalatu wassalamu ala man la nabiyya ba'da wa ala alihi wa sahbihi al-barara wa ala man atba'ahu ajma'in amma ba'd. Allahumma salli ala sayyidina Muhammad wa ala ali sayyidina Muhammad. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatan min lisani yafqahu qawli. Subhanaka la ilma lana illa ma 'allamtana wa ma tawfiqi illa billah. ഏറ്റവും സ്നേഹധന്യരായ ഈ അനുഗ്രഹീതമായ ഫോറം ഫോർ ഫെയ്ത്ത് ആൻഡ് ഫ്രറ്റേണിറ്റിയുടെ സാന്നിധ്യം വഹിക്കുന്ന ഏറെ ആദരണീയനും പ്രിയങ്കരനുമായ CH റഹീം സാഹിബ് അവരുടെ ഈ അനുഗ്രഹീതമായ വേദിയിൽ നമ്മളോടൊപ്പം സംവദിക്കാൻ നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ഷൂറ കൗൺസിൽ അംഗം കൂടിയായ അഭിനന്ദനായ ഡോക്ടർ നയാസ് സാഹിബ് അവരുടെ, എന്നെ പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ട അർഷാദ് സാഹിബ്, ഇതിൻ്റെ സെക്രട്ടറി, മറ്റ് പ്രിയങ്കരനായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഏതാണ്ട് ഒരു മാസത്തിലേറെ കാലമായി പ്രിയങ്കരനായ റഹീം സാഹിബ് വളരെയേറെ പ്രാധാന്യത്തോടു കൂടി ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതിനെ കുറിച്ചും അതോടൊപ്പം ഈ കൂട്ടായ്മ 3F നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മാതൃകാപരമായ സേവനങ്ങളെക്കുറിച്ചും അത് കേട്ടറിഞ്ഞ സമയം മുതൽ സത്യത്തിൽ വലിയ കൗതുകം ആണൊരു ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരുപക്ഷെ ഈ മേഖലയിലൊക്കെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വലിയ അർത്ഥത്തിലുള്ളൊരു എക്സൈറ്റ്മെന്റ് ആണ് സത്യത്തിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ചും ഈ കൂട്ടായ്മയെ കുറിച്ചും കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത്. ഇവിടെ സ്വാഗത ഭക്ഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷകളെക്കാൾ കൂടുതൽ ആശങ്കകൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വ്യാപിച്ച് അതിനെ നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതൊക്കെ അർത്ഥത്തിൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യതകളുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് മുന്നിൽ എത്രത്തോളം വഴികൾ അടഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ഗവേഷണം നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാലത്ത് നാളെയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, ജീവിക്കുന്ന കാലത്തെക്കുറിച്ച്, ഇടപെടുന്ന ഒരു ജനതയെക്കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ പ്രതീക്ഷകളോടുകൂടി ഇടപഴകാനും അവർക്കിടയിൽ യഥാർത്ഥ വിശ്വാസത്തിന്റെ തനിമയാർന്ന സംസ്കാരത്തെ കൈമാറാനും ഒക്കെ സാധിക്കുന്നു എന്ന് പറയുന്നത് അത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. നിങ്ങൾ നടത്തിയ പല പ്രോഗ്രാമുകളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടത് അതാണ്. രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇസ്ലാം എന്ന് പറയുന്ന മനോഹരമായ ശീർഷകത്തിൽ അവർ അനുഭവിച്ച, അവർ ജീവിതത്തിൽ സ്വീകരിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ, അവർ ഒബ്സർവ് ചെയ്ത ഒരു ഇസ്ലാമിനെ കുറിച്ച്, അതിനെക്കുറിച്ച് പ്രതികരിക്കാനും അത് പങ്കുവെക്കാനും എഴുതി അത് സമർപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ ഒരു മത്സരത്തിൽ പോലും ഈ രാജ്യത്തിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥികളിൽ നിന്ന്, പുതിയ തലമുറകളിൽ നിന്ന്, പഠിതാക്കളിൽ നിന്ന്, ഗവേഷകരിൽ നിന്നുണ്ടായിട്ടുള്ള വളരെ ഒരു ശ്രദ്ധേയമായ പ്രതികരണമൊക്കെ എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തിയതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ കാലത്ത് നമുക്ക് ഇത്തരത്തിൽ ആശ്വാസം നൽകുന്ന വാക്കുകളും പ്രതീക്ഷകളും ഇടങ്ങളും ഒക്കെ കുറവാണ്. നമുക്ക് സംഘടനകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, വലിയ വലിയ കൂട്ടായ്മകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിലും, നമുക്ക് വലിയ അർത്ഥത്തിലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടെങ്കിലും, ഇവിടെയൊക്കെ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സമൂഹത്തിൽ നിർവഹിക്കാനുള്ള ദൗത്യത്തെ കുറിച്ചല്ല, പലപ്പോഴും നമ്മളൊരു സർവൈവലിന്റെ ഒരു ഭാഷയാണ് പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുള്ളത്. സാധാരണഗതിയിൽ പറയും രണ്ടർത്ഥത്തിലാണ് ഒരു സമൂഹം വളരുക. ഒന്ന്, നമുക്ക് ഒരു സമൂഹത്തിൽ ലിവിങ് ഇൻ സർവൈവൽ എന്ന് പറയും. രണ്ടാമത്തത് ലിവിങ് ഇൻ ക്രിയേഷൻ എന്ന് പറയും. ഈ ലിവിങ് ഇൻ ക്രിയേഷനും ലിവിങ് ഇൻ സർവൈവലും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് ചരിത്രത്തിലെ മുസ്ലിമീങ്ങളുടെ ഒരു യാത്ര എടുത്താൽ, പുരോഗതിയുടെ ഒരു ഇന്നലെ വരെയുള്ള ഒരു പുരായാനത്തിന്റെ കഥയെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ബോധ്യപ്പെടുക. ചിലപ്പോഴൊക്കെ നമ്മൾ ലിവിങ് ഇൻ സർവൈവൽ ആയിരുന്നു, എന്നാൽ ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ലിവിങ് ഇൻ ക്രിയേഷൻ ആയിരുന്നു. സത്യത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു സൊസൈറ്റി എന്ന നിലക്ക് നമ്മളൊരു ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു സൊസൈറ്റിയായി മാറിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒക്കെ നമ്മളൊരു സമൂഹം എന്ന നിലയിൽ ലോകത്തെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാതൃകയുള്ള ഒരു ഉമ്മയായി മാറിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ ഘട്ടത്തിലെ നേതൃത്വമോ ആ ഘട്ടത്തിലെ സമുദായമോ അതിന്റെ അനുയായികളോ
അതിന്റെ കൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെല്ലാം ആ ഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യുക എന്നതിനെ കുറിച്ചല്ല, നേരെ മറിച്ച് എങ്ങനെ സമൂഹത്തിന്റെ നിർമ്മാതാക്കളായി മാറാം, എങ്ങനെ സമൂഹത്തിന്റെ കോൺട്രിബ്യൂട്ടേഴ്സായി മാറാം, എങ്ങനെ സമൂഹത്തെ നിർണ്ണയിക്കുകയും ഗതി നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫലപ്രദമായ ഒരു സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമാകാം എന്നവർ ചിന്തിച്ചതിന്റെ ഫലമാണ്, ഗുണമാണ് ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തിനൊക്കെ ഈ അർത്ഥത്തിൽ പ്രതീക്ഷയോടെ പങ്കുവെക്കാനുള്ള വലിയ അനുഭവങ്ങളിലേക്കും മാതൃകകളിലേക്കും ഒക്കെ വളരാൻ കഴിഞ്ഞത്. എന്നാൽ ഈ പുതിയ കാലത്ത് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കാലഘട്ടത്തിന്റെ ഒരു ചക്രം തിരിഞ്ഞു കറങ്ങുന്നത് പോലെ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലിവിങ് ഇൻ സർവൈവലിലേക്കാണ്. ഇന്ത്യയിൽ പിടിച്ചു നിൽക്കണം, ലോകത്ത് പിടിച്ചു നിൽക്കണം, സാമൂഹിക രംഗത്ത് പിടിച്ചു നിൽക്കണം, നമ്മളെ ഈ പൊതുരംഗത്ത് പിടിച്ചു നിൽക്കണം, സാമ്പത്തിക രംഗത്ത് പിടിച്ചു നിൽക്കണം, എല്ലായിടത്തും സർവൈവ് ചെയ്യണം എന്ന ഒരു ഭാഷ നമ്മൾക്കിടയിൽ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണങ്ങൾ ഉണ്ടാവും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. പക്ഷേ സർവൈവലിന്റെ ഭാഷ നമ്മൾ ഒരു കാലഘട്ടത്തിലും നമ്മൾ ഗുണപരമായി വളർത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയൊരു ചരിത്രപരമായ യാഥാർത്ഥ്യം. നേരെ മറിച്ച് എവിടെയെല്ലാം പ്രതിസന്ധികളുടെ ഇടയിലും ലിവിങ് ഇൻ ക്രിയേഷൻ, നിർമ്മിക്കാൻ വേണ്ടി, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി, സമർപ്പിക്കാൻ വേണ്ടി, അടയാളങ്ങൾ തീർക്കാൻ വേണ്ടി, മാതൃകകൾ ആളുകൾക്ക് മുന്നിൽ സമൂഹത്തിൽ അടയാളപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി ഏതെല്ലാം കാലഘട്ടത്തിൽ ചെറുതും വലുതുമായ പരിശ്രമങ്ങൾ സമുദായത്തിനകത്തും സമുദായത്തിന് പുറത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ, ആ ഉണ്ടായ ഗുണങ്ങളോ നന്മകളോ മാറ്റങ്ങളോ ഒക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന നമ്മളിലേക്ക് നമ്മളെ വളർത്തിയിട്ടുള്ളത്. അത് ചരിത്രം സാക്ഷിയാണ്. പുതിയ കാലത്ത് ഒരുപക്ഷെ 3F പോലെയുള്ള ഈ കൂട്ടായ്മകളുടെ പ്രസക്തിയും അതാണ്. നമ്മൾ സർവൈവലിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മൾ ഈ സമൂഹത്തിൽ എങ്ങനെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ആയ കൺസ്ട്രക്റ്റീവായ ഒരു തലമുറയായി മാറാൻ പറ്റുമെന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം, കെട്ട കാലം അങ്ങനെയൊന്നുമില്ല. നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാലം, പ്രതീക്ഷകൾ ഇല്ലാത്തൊരു കാലം, നമുക്ക് ഗുണപരമായി സ്വാധീനിക്കേണ്ട കാലം, അതൊന്നും ഇല്ലാത്തൊരു കാലം അങ്ങനെയൊന്നും വിശ്വാസികൾക്കില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും അവർക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് കർമ്മങ്ങൾ കൊണ്ട് സജീവമാകാനുള്ള കാലമാണ്. അതുകൊണ്ടാണ് കാലത്തെ നിങ്ങൾ പഴിക്കുന്നത് പോലും അത് ശരിയല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. കാരണം കാലം അള്ളാഹുവാണ്. വൽ അസ്ർ, അവൻ തന്നെയാണ് കാലം. ഞാൻ തന്നെയാണ് കാലം. ഞാനാണ് കാലമെങ്കിൽ ഞാൻ എങ്ങനെയാണ് മോശവും ഞാൻ എങ്ങനെയാണ് നല്ലതുമായി തീരുക? എല്ലാ കാലവും മുസ്ലിമിനൊരു അവസരമാണ്. എല്ലാ കാലവും മുസ്ലിമീങ്ങൾക്ക് മാറ്റത്തിന്റെ ഒരു വഴിയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിഭവങ്ങളുമായി കടന്നു വരുന്ന ഒരു ജനതയുണ്ട്. അവരോടി വന്നിട്ട് അനുചരന്മാരുടെ കൂട്ടത്തിൽ വല്ലാതെ സഹിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ടിട്ട് ഒറ്റപ്പെടുത്തിയ ഒരു ജനതയുടെ അവരുടെ ശക്തമായ വേദനകളിൽ പരിദേവനങ്ങളിൽ തളർന്നിട്ട് ഒരു അനുചരന്മാരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ പ്രവാചകന്റെ മുന്നിൽ വരികയാണ്. നബി, നിങ്ങൾ കാണുന്നില്ലേ, അങ്ങ് ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന അനുഗ്രഹീതമായ ദർശനത്തെ ഞങ്ങൾ ഉറക്കെ പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രമാണ് ഈ വേട്ടയാടലൊക്കെ ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരെയും അവരെ കശാപ്പ് ചെയ്യുന്നു, പലരെയും അവരെ ക്രൂരമായി ആക്രമിക്കുന്നു, നാട് കടത്തുന്നു, പട്ടിണി കിടുന്നു. ചിലരെയൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പിരിഞ്ഞുപോയി. പലരും മരണത്തിന് ഇരയായി. അങ്ങനെ ക്രൂരമായി ഞങ്ങളെ കശാപ്പ് ചെയ്യുന്ന വേട്ടയാടുന്ന ഒരു ജനതയുടെ മുന്നിൽ കടന്ന് ഞങ്ങൾ ഇങ്ങനെ സർവൈവൽ പോലും സാധ്യമല്ലാത്ത രീതിയിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നബി തങ്ങളോട് ചോദിക്കുകയാണ്, അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ? വല്ലാത്തൊരു പദപ്രയോഗമാണ്. അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, സഹായം അഭ്യർത്ഥിക്കുന്നില്ല? തസ്തൻസിറു എന്ന് പറയുന്ന അറബി പദം ഒരു നിരാശയുടെ പാരമ്യതയിലെത്തിയ ഒരു ജനത ഗതിമുട്ടിയിട്ട് ഒരു നായകന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു യോദ്ധാവിന്റെ മുന്നിൽ, ഒരു പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ മുന്നിൽ വന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കെഞ്ചുന്നില്ലേ, സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒരു ഇടപെടുന്നില്ലേ എന്നൊക്കെ നിരാശയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല തസ്തൻസിറുലനാ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ പ്രവാചകരെ? നബി തങ്ങൾക്ക് ഈ വാക്ക് വല്ലാത്ത പ്രയാസം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അടുത്തിരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നു എന്നതിൻ്റെ സൂചകമാണ്. നിങ്ങൾ വലിയ അപകടകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ പ്രവാചകൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്നോട് നിങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ? അഥവാ ഇതിനൊന്നും ഒരു മോചനമില്ലേ? ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനമില്ലേ? ഈ സങ്കടങ്ങൾക്കെല്ലാം ഞങ്ങൾക്കൊരു അറുതിയില്ലേ എന്ന നിങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. എന്നിട്ട് പ്രവാചകർ ചോദിക്കുകയാണ്, നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയൊരു ജനതയെ നിങ്ങൾക്കറിയുമോ? ആ സമൂഹത്തിൽ അവരനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുമോ?
ആ സമൂഹത്തിൽ അവരനുഭവിച്ച പ്രതിബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വേദനകളും നിങ്ങളുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ വേരുപിടിച്ചു നിൽക്കുമ്പോഴും അസ്വസ്ഥപ്പെടുത്തുമ്പോഴും നിങ്ങൾ മുൻകഴിഞ്ഞു പോയ ജനതകൾ അനുഭവിച്ച പ്രതിസന്ധികളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരിൽ ചിലരെയൊക്കെ ആ ശത്രു വിഭാഗം കയ്യിൽ കിട്ടിയ കല്ലുകൾ കൊണ്ട് ക്രൂരമായി എറിഞ്ഞ് കൊല ചെയ്ത് ചോര പൊടിഞ്ഞ് വിട പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന അവസ്ഥ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ആ സങ്കടങ്ങൾ പേറിയ ഒരു സമൂഹം അവർക്കിടയിൽ പരാതി പറയാതെ അതിനെ നേരിട്ടിരുന്നു. അല്ല തസ്തൻസിറുലന, നിങ്ങൾ എന്നോട് നിങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ പ്രതിബദ്ധകൾ ഏറ്റുവാങ്ങിയ ഒരു ജനത നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ആ ജനത പക്ഷെ അള്ളാഹുവിനോട് പരിഭവം പറഞ്ഞില്ല, പരാതി പറഞ്ഞില്ല, അതിനവർ സ്വീകരിച്ചവരാണ്. അനുചരന്മാരെ, നിങ്ങൾക്കറിയാമോ, മുൻകഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അവരെ ശത്രുക്കൾ വലിയ കുഴി വെട്ടിയിട്ട് ആ കുഴിയുടെ ഉള്ളിൽ ഇറക്കി നിർത്തി. എന്നിട്ട് അവരോടുള്ള വിരോധം തീരാതെ അവരുടെ ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യർ അവരെ കല്ലുകൊണ്ട് എറിഞ്ഞു. അങ്ങനെയും അവരുടെ വിരോധം തീരാതെ അവരിൽ ചില ആളുകളെ അവരെ നടുവിൽ കൊണ്ടുപോയി നിർത്തി രണ്ടു ഭാഗം മൂർച്ചയുള്ള വാള് കൊണ്ടുവന്നവരുടെ ശരീരത്തിന്റെ തല മുതൽ കാല് പാദം വരെ ഇങ്ങനെ രണ്ടായി ഛേദിച്ചെറിഞ്ഞു, കൊല ചെയ്ത് അവരെന്നേക്കുമായി ഇല്ലാതാക്കി. അവരിൽ ചിലരെയൊക്കെ കൊണ്ടുപോയി നിർത്തി കല്ലെറിഞ്ഞ് മണ്ണിനുള്ളിൽ കുഴിക്കുള്ളിൽ നിർത്തി അവരത്രമേൽ സാഹസപ്പെടുത്തി. തീർന്നില്ല, അവരിൽ ചിലരെയൊക്കെ ആ ശത്രു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുന്നിൽ കടന്നു വന്ന് ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അവരുടെ ശരീരത്തിന്റെ പച്ച ഇറച്ചി ഇങ്ങനെ കൊത്തി വലിച്ചു വേദനിപ്പിച്ചു. അങ്ങനെ അവർ കിടന്ന് പ്രളയാൻ തുടങ്ങി, നൊമ്പരം കൊണ്ട്, പ്രയാസം കൊണ്ട്. തീർന്നില്ല, അവരിൽ ചിലരെയൊക്കെ ആ കുഴിയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് മണ്ണ് മുകളിൽ മൂടിയിട്ട് കഴുത്തോളം മണ്ണിൽ നിർത്തിയിട്ട് തന്റെ മുഖത്തേക്ക് ശേഷിക്കുന്ന കഴുത്തിന് മുകളിലുള്ള ഭാഗത്തേക്ക് വീണ്ടും കല്ലുകൾ കൊണ്ടെറിഞ്ഞ് അവരെ ചോര പൊടിഞ്ഞ് വേദനിച്ച് വിട പറയുന്നൊരവസ്ഥയുണ്ടായി. ഇതൊക്കെ ലക്കദക്കാന മിൻ ഖബലിക്കും, നിങ്ങളുടെ കഴിഞ്ഞുപോയ ജനവിധിയിൽ സമൂഹത്തിൽ ഇതൊക്കെ അനുഭവിച്ചൊരു ജനമുണ്ടായിരുന്നു. അവരൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണോ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്? പ്രവാചകന്റെ ചോദ്യമാണ്. അനുചരന്മാർ പറഞ്ഞു, അങ്ങനെയുള്ള കല്ലേറൊന്നും ഞങ്ങൾക്ക് കൊണ്ടിട്ടില്ല, അങ്ങനെയുള്ള ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ഞങ്ങളുടെ പച്ചയിറച്ചി കൊത്തി വലിക്കുന്ന ഒരു ഘട്ടം പോലും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരും ഞങ്ങളുടെ കഴുത്തിന് മുകളിൽ ഈ ഇരുമ്പിന്റെ രണ്ടു നില മൂർച്ചയുള്ള വാള് കൊണ്ടുവന്ന് ഞങ്ങളുടെ ശരീരത്തെ രണ്ടായി ഛേദിച്ചെറിയുന്ന ഒരു നിമിഷം പോലും, ഒരു സംഭവം പോലും ഇതുവരെ ഇല്ല. പ്രവാചകരെ, അങ്ങീ പറഞ്ഞ വിശേഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളേ അല്ല. ഞങ്ങൾ അങ്ങയോട് ചോദിച്ചത് ഞങ്ങളുടെ അവിവേകം കൊണ്ടാണ്. ഞങ്ങളിത് നേരിടാൻ ഒരുക്കമാണ്, ഞങ്ങളിത് സഹിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പരാതി ഞങ്ങൾക്കില്ല. ഇത്രയൊക്കെ മുൻകഴിഞ്ഞു പോയ ജനതകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ അനുഭവിക്കാൻ മാനസികമായി സന്നദ്ധരാണ് എന്ന് പറഞ്ഞ് പരിഭവം പറയാതെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നബിത്തങ്ങൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾ നിരാശപ്പെടേണ്ട, എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം നമ്മുടെ അടുത്തുണ്ടാകും. ഏത് സമയത്തും പടച്ച തമ്പുരാൻ ഇതിനുള്ള പ്രതിഫലം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഇത് പ്രവാചകൻ പ്രതിസന്ധികളിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു ജനവിഭാഗത്തോട് പ്രതീക്ഷയോടെ പറഞ്ഞൊരു വാക്കാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, സമാനമായ ഒരു സാമൂഹിക വിധാനത്തിലേക്ക് പുതിയ കാലത്ത് നമ്മളും എത്തി നിൽക്കുകയാണ്. മുസ്ലിങ്ങളെല്ലാം വേദികളിലെല്ലാം ഒരേപോലെ സങ്കടത്തോടെ പറയുന്നത്, എന്തൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ നാട്ടിൽ രക്ഷയില്ല, ലോകത്തിൽ രക്ഷയില്ല, സാമൂഹിക രംഗത്ത്, പൊതുരംഗത്ത്, സാമ്പത്തിക രംഗത്ത് എല്ലായിടത്തും വേട്ടയാടപ്പെടുന്നു. ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം പ്രവാചകൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യം എന്നോട് നിങ്ങളോട് നമ്മുടെ മനസ്സാക്ഷി വീണ്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു. ആരേലും ഒരാൾ നമ്മുടെ കഴുത്തിന് മുകളിൽ വന്ന് വാളുകൊണ്ട് ചീതിയെറിഞ്ഞ് ശരീരത്തെ രണ്ടാക്കി മാറ്റുന്ന ദുരന്തം ഞാനോ നിങ്ങളോ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? കുഴിച്ചു വെച്ച കുഴിയിൽ അതിൽ ആഴ്ന്നിറക്കി കഴുത്തിനോളം മണ്ണ് കൊണ്ടുപോയി വെച്ച് തലയിലേക്ക് കല്ലെറിഞ്ഞ് കൊല ചെയ്യുന്ന സ്ഥിതിവിശേഷം നമ്മുടെ മുന്നിൽ ഉണ്ടോ ഇല്ലയോ? നമുക്കിടയിൽ നമ്മുടെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് പച്ചയിറച്ച് കുത്തി വലിച്ചു പൊറുത്തടക്കുന്ന അപകടകരമായ സ്ഥിതിവിശേഷം നമ്മൾ അനുഭവിച്ചോ ഇല്ലയോ? ഈ ചോദ്യത്തിന് നമുക്ക് മുന്നിലുള്ള ഉത്തരം ചെറിയ ചെറിയ പരീക്ഷണങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വേവലാതികളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾക്കിടയിലൂടെ മുസ്ലിം ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നുണ്ട്. ഈ കടന്നു പോകുന്ന വഴികളിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിബന്ധങ്ങളെല്ലാം അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒന്നാണ്. ഇതൊക്കെ അനുഭവിക്കുക എന്നതാണ് ജീവിതം. ഈ ജീവിതത്തിൽ നിങ്ങളെയും എന്നെയും സംബന്ധിച്ചിടത്തോളം പ്രവാചകർ പറയുന്ന വാക്കുണ്ട്, ഇന്നൽ മുഅ്മിന, യഥാർത്ഥ വിശ്വാസി, അൽ മുഅ്മിനു ലാ യഖ്ലു മിൻ ഖില്ലത്തിൻ വദില്ലത്തിൻ, ഈ ഭൂമിയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ല. യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തത് മിൻ ഖില്ലത്തിൻ, സാമ്പത്തികമായ കയറ്റിറക്കങ്ങൾ, സാമ്പത്തികമായ നിന്നോന്നതികൾ, സാമ്പത്തികമായ അപ്പ് ആൻഡ് ഡൗൺ, സാമ്പത്തികമായി അനുഭവിക്കുന്ന സ്ട്രഗിൾ, അത് എപ്പോഴും ഒരു വിശ്വാസിക്ക് വരാൻ സാധ്യതയുണ്ട്.
രോഗം, ഏത് സമയത്തും ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട്, മാനസിക ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് ഒരുപക്ഷെ ഒരു വിശ്വാസി വേട്ടയാടപ്പെടാൻ, പ്രയാസപ്പെടാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത് വദില്ലത്തിൻ, ഇതൊന്നുമല്ല, ആളുകളിടയിൽ നിന്ദിക്കപ്പെട്ടിട്ടും അപഹസിക്കപ്പെട്ടിട്ടും അപമാനിക്കപ്പെട്ടിട്ടും പരിഹസിക്കപ്പെട്ടിട്ടും ആ അർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടും ഒറ്റപ്പെടുത്തപ്പെട്ടിട്ടും ഒക്കെ വിശ്വാസി വേദനകൾ സ്വീകരിക്കാൻ, അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് മൂന്നും ഒഴിഞ്ഞിട്ടുള്ളൊരു സമയം ഈ ദുനിയാവിൽ വിശ്വാസിക്കുണ്ടാവില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളിന്ന് അനുഭവിക്കുന്നതെല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന സ്ഥിതിവിശേഷങ്ങളാണ്, അത്തരം സാഹചര്യങ്ങളാണ്. അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവട്ടെ, അതൊക്കെ നമ്മൾ സഹിച്ചും നമ്മൾ മറികടന്നും ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക. അവിടെ നമ്മൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്താ? ഹൗ ഡു വി മേക്ക് ആർ സെൽഫ് ഹാപ്പി? നമുക്ക് എങ്ങനെയാണ് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയുക? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇതൊക്കെ തളർന്നും തകർന്നും ജീവിക്കലാണോ പ്രധാനം? ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നിങ്ങളൊക്കെ ഈ വളരെ പ്രബുദ്ധമായ ഒരു സദസ്സ് നല്ല നിലയിലാണ്, സൂചകങ്ങൾ മാത്രം പറഞ്ഞു പോണത്. അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ എന്നൊരു പദപ്രയോഗമുണ്ട്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ ജയിലാണ്, ആ അവിശ്വാസികളുടെ സ്വർഗമാണ്. എന്തായിരിക്കും ഇതിനർത്ഥം? വിശ്വാസികളുടെ ജയിൽ എന്ന് പറയാനുള്ള പ്രയോഗത്തിന്റെ കാരണം എന്തായിരിക്കും? അതൊരു വല്ലാത്ത, പ്രവാചകന്റെ ഓരോ വാക്കും വലിയ ഫിലോസഫിക്കലാണ്, വല്ലാത്തൊരു യുക്തിഭദ്രമായ വലിയ ആലോചനകൾക്കിടമുള്ള ഒന്നാണ്. പക്ഷെ നബിത്തങ്ങൾ പ്രയോഗിക്കുകയാണ്, ദുനിയാവ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലാണ്. ആ പ്രയോഗത്തിന്റെ അർത്ഥവ്യാപ്തി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജയിൽ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു പ്രയോഗമാണ്. നിങ്ങൾക്ക് ജയിലിൽ തന്നെ VIP ജയിലുണ്ട്, സാധാരണക്കാരൻ്റെതുണ്ട്, വളരെ വലിയ സൗകര്യങ്ങളുണ്ട്, വീട്ടുതടങ്കലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ഉയരുന്നതിനനുസരിച്ച്, നിങ്ങളുടെ പ്രസ്റ്റീജ് വളരുന്നതിനനുസരിച്ച് നിങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ വളരും. ഇനി എത്ര സൗകര്യം ഉണ്ട് നോക്കുക. നിങ്ങളുടെ മനോഹരമായ കൊട്ടാര ലോകത്തിലെ വലിയ വലിയ രാജാക്കന്മാരെ, വലിയ വലിയ ഭരണാധികാരികളെ, വലിയ ഒരു VVIPകളെയൊക്കെ പലപ്പോഴും തടവറയിൽ നിർത്തുന്നത് സ്വന്തം വീട്ടിന്റെ കൊട്ടാര സമാനമായ അകത്തളത്തിലാണ്, വീട്ടുതടങ്കലിലാണ്, ഹൗസ് അറസ്റ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പക്ഷെ അതൊരു ജയിലാണ് അവർക്ക്. അന്ന് ഏത് നിമിഷത്തിൽ അത് പ്രഖ്യാപിക്കപ്പെടുന്നോ ആ പ്രഖ്യാപിക്കപ്പെടുന്ന നിമിഷം മുതൽ സ്വാഭാവികമായി അവർ തടവറയിലാണ്, പിന്നീട് പുറം ലോകം അവർക്കില്ല. തടവറ എത്ര സൗകര്യമുള്ളതാവട്ടെ, അവർക്കത് തടവറയാണ്. യെസ് ഓർ നോ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ പുസ്തകങ്ങൾ മുസ്ലിം ലോകത്ത് പോലും രചിക്കപ്പെട്ടത് തടവറക്കുള്ളിൽ കഴിഞ്ഞുപോയ ആ കാലഘട്ടങ്ങളിൽ, ആ ജയിലറക്കുള്ളിൽ നിന്ന് ലോകപ്രശസ്തരായ പോരാളികൾ എഴുതിയിട്ടുള്ളതാണ്. എത്രയോ പുസ്തകങ്ങൾ അറിയാം. നമ്മൾ കാണുന്ന മനോഹരമായ പല ആത്മകഥകളും രചിച്ചിട്ടുള്ളത് അവരുടെ ചരിത്രത്തിൽ അവരേതോ കാലത്ത് ജയിലറക്കുള്ളിൽ നിന്നപ്പോഴാണ്. വലിയ 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 ഉൾവിളികൾ ഉണ്ടാക്കുന്ന സിദ്ധാന്തങ്ങൾക്ക് പോലും പലരും രൂപം കൊടുത്തത് അങ്ങനെ അതിനുള്ളിൽ കിടക്കുന്ന അപകടകരമായ അസ്വസ്ഥമായ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ജയിൽ എന്ന് പറയുന്നിടത്ത് ഒരാൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ അത്ര ഇഷ്ടമുള്ളൊരു സംഗതി അല്ല. ജയിലിൽ കിടക്കുന്ന ചെറുതും വലുതുമായ, ഉയർന്നവരും താഴ്ന്നവരുമായ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഈ ജയിലിൽ നിന്ന് ഒന്ന് പുറത്ത് വന്നിരുന്നുവെങ്കിൽ. അതാണ് കോമൺ ഫീലിംഗ്. അവിടുത്തെ സാധാരണക്കാരുടെ ഫീലിങ്ങും അവിടുത്തെ സമൂഹത്തിൽ വലിയ സൗകര്യമുള്ളവരുടെ ഫീലിങ്ങും എല്ലാവരുടെ ഫീലിങ്ങും എപ്പോഴാണ് പുറത്ത് കിടക്കുക എന്നുള്ള, ആ പുറത്ത് കിടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന്. രണ്ടാമത്തത് നിങ്ങൾ ആലോചിച്ചു നോക്കുക, അങ്ങനെ ജയിലിൽ കിടക്കുന്നു, സങ്കടമൊക്കെ ഉണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന മനുഷ്യരൊക്കെ അവിടുത്തെ ഭക്ഷണം ആസ്വദിച്ച് അവിടുത്തെ ജീവിതം. ഞാൻ ഈ അടുത്തൊരു കൗൺസിലിങ്ങിന് വേണ്ടി വന്ന, ജയിലിൽ കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു ഫാമിലിയെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ സംസാരം നിർത്തുന്നവരോട് പറയുന്നത്, പക്ഷേ സംഗതിയൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങി, ഇനി ഞങ്ങൾ ആത്മവിശ്വാസം നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ജീവിക്കും, ഇനി ഞങ്ങൾ നന്നാവും മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ പ്രയാസമുണ്ട്. എന്താ അറിയോ? അവിടുത്തെ ഭക്ഷണം എന്തായാലും ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. അവിടെ ഒരു കുറവില്ല സമയത്ത്. നിങ്ങൾ അറിയോ? എന്നിട്ട് എന്നോട് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അവിടുത്തെ മെനുവിനെ പറ്റി വല്ല ധാരണയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയാൾ മെനു പറഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളൊക്കെ VIP ഹോസ്റ്റലിൽ നടത്തലാണ്, ഞങ്ങളൊക്കെ കോളേജ് അത്രയും സൗകര്യം, ഗന്നറി മക്കളെയൊക്കെ പോറ്റണമെങ്കിൽ അങ്ങനെ നടക്കും. ആ ഹോസ്റ്റലിലെ മെനുവിനേക്കാളും കടുപ്പുള്ളതാണ്, അത്രയും ഗംഭീരമായ ഭക്ഷണമൊക്കെ. പക്ഷെ അവർ അത്ര പോലെ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, അവരത് എൻജോയ് ചെയ്യാറുണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കാറുണ്ട്, അവർ വിശ്രമിക്കാറുണ്ട്, അവർക്ക് അനുഭവങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അപ്പോഴും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഹാപ്പി ആകണമെന്ന് ഇല്ല. വിശ്വാസിക്ക് ജയിൽ ആണ് ദുനിയാവെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ സുഖിക്കില്ല എന്നല്ല അർത്ഥം. നിങ്ങൾക്കിവിടെ മനോഹരമായ ഭക്ഷണമില്ല, വിശ്രമമില്ല എന്നല്ല അർത്ഥം. നിങ്ങൾക്കിവിടെ മനോഹരമായ കിടപ്പറയില്ല എന്നല്ല അർത്ഥം. ഇവിടെ നിങ്ങൾക്ക് ലൗകികമായ സുഖാനുഭവങ്ങളോ ആസ്വാദനങ്ങളോ ഉണ്ടാവുന്നില്ല എന്നുമല്ല അർത്ഥം. ഈ ദുനിയാവിൽ യഥാർത്ഥ വിശ്വാസി ഈ ജയിലറക്കുള്ളിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴും ആഗ്രഹിക്കുക, റബ്ബേ എപ്പോഴാണ് ഇതിൽ നിന്നൊന്ന് പുറത്ത് കടന്നു പോകാൻ കഴിയുക? കാരണം അവന്റെ സ്വർഗം ഇവിടം നിന്ന് പുറത്ത് കടക്കുമ്പോഴാണ്. വിശ്വാസിക്ക് ഇത് ജയിലല്ലാതെ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ജയിലല്ലാതെ പോയതിന്റെ കാരണം എന്താ? അവനിക്കിത് സ്വർഗമാണ്. സ്വർഗത്തിൽ നിന്നൊരു എക്സിറ്റ് ആരും ആഗ്രഹിക്കാൻ
സാധ്യതയില്ല. അവൻ ഇവിടുന്ന് പോകണ്ട, അവൻ ഇവിടെ തന്നെ നിന്നാൽ മതി, അവന് മതി. അതുകൊണ്ടാണല്ലോ എബ്രഹാം ലിങ്കൻ ചോദിക്കുന്ന ഒരു സാധ്യതയുണ്ട്, നിങ്ങൾക്കൊക്കെ സ്വർഗം വേണമെന്ന് ചോദിച്ചപ്പോൾ കൂടിയിരിക്കുന്ന സദസ്സിൽ എല്ലാവരും പറഞ്ഞു വി ഓൾ നീഡ് ഹെവൻ, ഞങ്ങൾക്കൊക്കെ സ്വർഗം വേണം. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിച്ചു ആർ യു റെഡി ടു ഡൈ? നിങ്ങൾ മരിക്കാൻ റെഡിയാണോ? നോ 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 നോ, വി ആർ നോട്ട് റെഡി ടു ഡൈ. ഞങ്ങൾ ആരും മരിക്കാൻ റെഡിയല്ല. സോ ഈവൻ ഇഫ് യു ആർ നോട്ട് റെഡി ടു ഡൈ ദെൻ ഹൗ വിൽ യു ഗെറ്റ് ഹെവൻ? നിങ്ങൾക്ക് മരിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വർഗം ഉണ്ടാവുക? നമ്മുടെ പ്രശ്നം വി ഓൾ നീഡ് ഹെവൻ ബട്ട് നോട്ട് റെഡി ടു ഡൈ. എല്ലാവർക്കും സ്വർഗം വേണം, പക്ഷെ നമ്മൾ ആരും മരിക്കുന്നതിനെ പറ്റി തീരെ ആലോചിക്കാൻ തയ്യാറല്ല. പക്ഷെ അള്ളാഹു സ്വർഗത്തെ വിശ്വാസിക്ക് വെച്ചിട്ടുള്ള തന്നെ മരിക്കുക എന്നുള്ള കടമ്പ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനോട് ഈ അടുത്ത കാലത്ത് ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, മരിച്ചിട്ടുള്ളതാണെങ്കിൽ അത് വേണ്ടായിരുന്നു. അല്ല, ഇവിടെ തന്നെ ഇതിനുള്ള ഒരു സൗകര്യമാണെങ്കിൽ എന്ത് സുഖമാണ്. ഇവിടുന്ന് മരിച്ചിട്ട് പിന്നൊരു സ്വർഗം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തില്ല, മുന്നനുഭവം ഇല്ല, പോയോടെ അഭിപ്രായം കിട്ടൂല, റിവ്യൂ ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു കാലത്ത് നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോവാ? അള്ളാഹു റസൂലും പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിച്ചതല്ലാത്ത വേറെ ഒരു അനുഭവ സാക്ഷി നമുക്കില്ല. പക്ഷെ വിശ്വാസിക്കുന്നത് ധാരാളം മതി. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജയിലാണ്. അതിനർത്ഥം നമ്മൾ സുഖിക്കേണ്ടവരല്ല, സന്തോഷിക്കേണ്ടവരല്ല, ആനന്ദിക്കേണ്ടവരല്ല, ഒന്നുമല്ല. നമുക്കിതൊരു ഫ്രെയിമുണ്ട്. ഈ ഫ്രെയിമിനപ്പുറത്താണ് നമ്മുടെ ആഘോഷങ്ങളെല്ലാം ഉള്ളത്. ഈ ഫ്രെയിമിനപ്പുറത്താണ് ശാശ്വതമായ എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന സ്വർഗീയമായ സുഖങ്ങളെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ നമ്മൾ ആലോചിക്കില്ലേ, പരോളിൽ ഇറങ്ങുന്നത് നല്ല നടപ്പുള്ളവരാണ്. ജയിലിൽ നിന്ന് വലിയ അർത്ഥത്തിൽ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ എല്ലാ ജയിലിൽ പോണ ആൾക്കാർ മോശക്കാരൊന്നുമല്ല. ചില ആൾക്കാർ ജയിലിൽ പോയിട്ടാണ് ഹിറ്റാവല്. ചില ആളുകൾ ജയിലിൽ പോയി വന്നാലാണ് പിന്നെ ഒരു ലോകത്തിൽ ഏറ്റവും വലിയ ഇതിഹാസമായി മാറാറുള്ളത്. സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ മഹാനായ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആലോചിച്ചു നിങ്ങൾ, അവരനുഭവിച്ച ജയിൽ എന്ന് പറയുന്നത്, ചരിത്രത്തിൽ മമ്പുറം തങ്ങൾ അനുഭവിച്ച ജയിൽ എന്ന് പറയുന്നത്, അങ്ങനെ സമൂഹത്തിൽ എത്രയെത്ര അനുഗ്രഹീതരായ രാജ്യം കണ്ട, ലോകം കണ്ട അതിപ്രഗത്ഭരായ വ്യക്തികളൊക്കെ അനുഭവിച്ച ജയിൽ എന്ന് പറയുന്നത് ചരിത്രത്തെ മറ്റേ ജയിലാണ്. അതുകൊണ്ട് ലോകത്തിൽ എല്ലാവരും ജയിലിൽ കിടക്കുന്നവരെല്ലാം കുറ്റക്കാരാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ജയിലിൽ കിടക്കുന്നവരെല്ലാം ഒരുപക്ഷെ സമൂഹത്തിൽ വിഭിന്ന കാരണങ്ങൾ കൊണ്ട് ഉള്ളിൽ കിടക്കുന്നവരുണ്ടാവാം. വിശ്വാസി കുറ്റക്കാരനായതുകൊണ്ട് ദുനിയാവിലെ ജയിലിൽ കിടക്കുന്നവനല്ല. നേരെ മറിച്ച് വിശ്വാസിക്ക് ചില അടയാളങ്ങൾ സമൂഹത്തിൽ തീർക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ചുറ്റുമുള്ള മനുഷ്യർക്കിടയിൽ ഒരു ഫ്രെയിമിനെ സ്വയം തീർത്തുകൊണ്ട് ആ ഫ്രെയിമിനുള്ളിൽ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചവനാണ്. ആ തീരുമാനമാണ് നമ്മൾ ഈ ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം എന്ന് പറയുന്നത്. ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം എന്ന് പറയുന്നത് ഈ ഫ്രെയിമിനുള്ളിൽ ജീവിക്കുന്ന മുസ്ലിമാണ്. ഈ ഫ്രെയിമിനുള്ളിൽ ജീവിക്കുന്ന മുസ്ലിമും മറ്റുള്ളവരും തമ്മിലുള്ള പ്രശ്നം എന്താ? ഇന്നത്തെ പുതിയ കാലത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങൾക്കിടയിൽ പുതിയൊരു ട്രെൻഡ് വളരുന്നു, പ്രത്യേകിച്ച് പുതിയ തലമുറക്കിടയിൽ. എന്താണ്? അവർക്ക് ഈ ഫ്രെയിമിനോട് താല്പര്യം ഇല്ല. ദേ വാണ്ടഡ് ടു മേക്ക് ദിസ് ആസ് ഹെവൻ. ഈ ദുനിയാവിനെ അവർക്ക് ഹെവനായിട്ട് തന്നെ മാറ്റണം. കാത്തിരിക്കാൻ ഒന്നിനും റെഡിയല്ല. അത് ഇതിൽ മാത്രമൊന്നുമല്ല, പുതിയ ജനറേഷന്റെ ഒരു ക്ലീശ തന്നെ കാത്തിരിക്കാൻ റെഡിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ പൂർവികരൊക്കെ വീട്ടിൽ നട്ട ഒരു തെയ്യുണ്ടെങ്കിൽ, അത് തെങ്ങിൻ്റെതാണെങ്കിൽ, അത് പേരക്കയുടേതാണെങ്കിൽ, അത് ഏതെങ്കിലും റെമ്പുട്ടാൻ്റെതാണെങ്കിൽ, അത് മാംഗോസ്റ്റിൻ്റെതാണെങ്കിൽ, അവർ നടുന്ന ഒരു മാവിൻ തെയ്യാണെങ്കിൽ, ആ നടുന്ന സമയത്തെ കാരണവന്മാരെ ആലോചിച്ച ഒരു സംഗതിയുണ്ട്, നമ്മൾ നടും, നമ്മളെ ശേഷമുള്ളവർ ഉപയോഗിക്കും, പറിക്കും. ഇപ്പോഴത്തെ ആളുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ, ഒരു തെയ്യ് വാങ്ങുകയാണെങ്കിൽ നമ്മളെന്താ ചോദിക്കുന്നത്? എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? ഒരു 3 കൊല്ലം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞാലേ നമ്മൾ പോലും വാങ്ങി നടുള്ളൂ. കാരണം എന്താ? നമുക്ക് ശേഷം ഇത് പറിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പറിച്ചു പോയാൽ അതെങ്കിലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ എല്ലാവരും താൽക്കാലികമായ വിളവുകളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലമാണ്. പണ്ടൊക്കെ മാങ്കോസ്റ്റീൻ 20 കൊല്ലം കായ്ക്കുമെന്നൊക്കെ പറഞ്ഞ് കാലത്തുനിന്ന് മാറി ഇന്ന് ഹൈബ്രിഡ് മാങ്കോസ്റ്റീൻ 2-3 കൊല്ലം കൊണ്ടോ കായ്ക്കുമെങ്കിൽ മാത്രം നട്ടു വാങ്ങി നടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം അങ്ങനെയാണ്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒന്നിനു വേണ്ടിയും കാത്തിരിക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് വേണ്ടത് ഫ്രെയിമുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ ജീവിതമാണ്, അഥവാ സ്വർഗീയമായ ജീവിതമാണ്. ജയില് പോലെ അനുഭവപ്പെടുന്ന ചില നിയന്ത്രണങ്ങൾ അവർക്ക് അസഹനീയമാണ്, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. പ്രിയപ്പെട്ടവരെ, ആ ഫ്രെയിമാണ് ഒരുപക്ഷെ മുസ്ലിമിന്റെ പുതിയ കാലത്തെ ഏറ്റവും വലിയ പോരാട്ടം. അതാണ് ധർമ്മസമരം. ധർമ്മസമരം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും വാളെടുത്ത് യുദ്ധം ചെയ്യലല്ല. ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ധർമ്മസമരം എന്ന് പറഞ്ഞാൽ നീതിയോടെ ജീവിക്കലാണ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളലാണ്, മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കലാണ്, നന്മയുടെ കൂടെ സഞ്ചരിക്കലാണ്, മനുഷ്യർക്കിടയിൽ നന്മ നടപ്പിലാക്കുന്ന മാതൃകയാകലാണ്. ആ മാതൃകയാകുന്ന ഒരു കാലം പുതിയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാട്ടത്തിന്റെ പശ്ചാത്തലമല്ല, അങ്ങനെയില്ല. നമ്മുടെ മുന്നിലുള്ളത് ധാർമ്മികമായി ജീവിച്ച് സമൂഹത്തെ ജയിക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന്റെ മുന്നിൽ അന്തസ്സുള്ളവരാകാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. പക്ഷേ ഈ അന്തസ്സുള്ളവരാകാൻ നമുക്ക് കഴിയണമെങ്കിൽ അവിടെയാണ് ഖുർആനിലെ 2 പ്രയോഗം. ഒന്ന് ഖൈറു ഉമ്മ എന്ന പ്രയോഗം. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ.
രണ്ടാമതൊരിടത്തിൽ പറയുന്ന അൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. മറ്റൊരിടത്ത് പറഞ്ഞു നിങ്ങളാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ശ്രേഷ്ഠ സമൂഹം, നിങ്ങളാണ് ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നവരിൽ ഏറ്റവും ഉത്തമർ. ഇത് രണ്ടും പറയുന്നത് ആരാ? പരിശുദ്ധ ഖുർആനാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പുതിയ കാലത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഉത്തമ സമുദായവും അത്യുന്നതമായ സമുദായവും ആകേണ്ട ജനത ഇന്ന് പിന്നോക്കക്കാരാണ്. അവർ പലയിടങ്ങളിലും ഈ പറയപ്പെടുന്ന ഷെഡ്യൂൾഡ് ക്യാപിറ്റൽ ഒരു കാസ്റ്റോ ട്രൈബിന്റെ അതിനേക്കാൾ പിറകിലാണ് പലയിടത്തും നമ്മളുള്ളത്. എങ്ങനെയാണ് ഉത്തമ സമുദായമായ ഒരു സമുദായം ഇത്രമേൽ പിറകിലാവുക? ധാർമ്മികമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി എങ്ങനെയാണ് നമ്മൾ പിറകിലാവുക? ഈ വലിയ ചോദ്യം ഒന്നുകിൽ ഖുർആൻ പറഞ്ഞതിൽ പെശകുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സമുദായത്തിൽ പെശകുണ്ട്. നമ്മുടെ വിശ്വാസപ്രകാരം ഖുർആനിൽ പെശകുണ്ടാകാനുള്ള സാധ്യത ഇല്ല. അപ്പൊ പിന്നെ ഇത് എവിടെയോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ആലോചിച്ചാൽ അത് സമുദായത്തിലാകാൻ സാധ്യതയുണ്ട്. ഞാൻ ലളിതമായൊരു ഉദാഹരണം പറയാം. എൻ്റെ നാട്ടിൻ പുറത്തൊക്കെ പറഞ്ഞ് തമാശക്ക് പറയാറുള്ളൊരു കഥയാണ്. ഒരു 2-3 ചെറുപ്പക്കാർ ഒന്നിച്ചു കൂടിയിരുന്ന് സന്തോഷത്തോടെ അവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവരാലോചിച്ച് നമ്മൾ കുറേ കാലമായിട്ട് കഷ്ടപ്പെടാൻ, ആ കഷ്ടപ്പെട്ടതിനിടയിൽ നമുക്കൊരു യാത്ര പോകാം, എവിടെയെങ്കിലുമൊക്കെ നാട് കാണാൻ, നമ്മൾ ഇത്രയും കാലത്ത് അധ്വാനത്തിന് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ. അങ്ങനെ 3 ചങ്ങാതിമാർ ബോംബെ കാണാൻ പോയി. ബോംബെയാണ് അന്നത്തെ കാലത്തെ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ കൊതിക്കുന്ന ഒരു പ്രദേശം. അങ്ങനെ ബോംബെ കാണാൻ വേണ്ടി ഇവർ പോയി. ആ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ബോംബെ കാണാൻ ഒരു കൂട്ടുകാർ പോണത്. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് കുറേ ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം ബോംബെയിലെത്തിയപ്പോൾ അവരിങ്ങനെ ആ നാടിൻ്റെ കൗതുകവും സന്തോഷവും, ആ ഗ്രാമപ്രദേശത്ത് പോയ ആൾക്കാർക്ക് ബോംബെ കണ്ട മനോഹരമായ നഗരത്തിൻ്റെ അട്രാക്ഷൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് വൈകുന്നേരമായി. അവർ പറഞ്ഞു, നമ്മൾ ഈ നാട്ടിൽ ഇനി ചെന്നാൽ നമ്മൾ ഹീറോ ആയിരിക്കും, കാരണം നമ്മൾ മാത്രമേ ബോംബെ കണ്ടവർ ഉള്ളൂ. മാത്രമല്ല ഈ ബോംബെയുടെ കാഴ്ചകൾ കൂടി പോയി പറഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര അതിശയായിരിക്കും. ആൻഡ് വിൽ ട്രൂലി ബിക്കം ഹീറോസ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ കണ്ട് വൈകുന്നേരമായപ്പോൾ അവർക്ക് വിശ്രമിക്കണം, ഉറങ്ങണമെങ്കിൽ ഒരു ഹോട്ടൽ വേണം. അപ്പോൾ റൂം എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇവർ അന്വേഷിച്ച് നടന്നപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഏതായാലും നമ്മൾ പൈസയും കൊടുത്താണ് റൂം എടുക്കുന്നത്, എന്നാൽ ഇത്രയും മനോഹരമായൊരു നഗരത്തിലാണ് നമ്മൾ റൂം എടുക്കുന്നത്, നമുക്കൊരു കാര്യം ചെയ്തൂടെ, ഈ നഗരത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ഏതാണെന്ന് അന്വേഷിക്കാം, എന്നിട്ട് ആ കെട്ടിടത്തിൽ പോയിട്ട് റൂം എടുക്കുക. അപ്പൊ നമുക്ക് പറയാം, ബോംബെയിലെ ഏറ്റവും ഉയർന്ന നിലകളുള്ള കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസിച്ചത്. ആ ഒരു സാധനം കൂടെ നാട്ടിൽ പോയി പറയുമ്പോൾ ഒന്നുകൂടി നമ്മൾ ഭയങ്കര ഒരു ഹീറോ ആയിട്ട് മാറും. ഇവർ അന്വേഷിച്ച് നടന്നു. 10-24 നിലകളുള്ള ഒരു കെട്ടിടം കണ്ടു. അവിടെ ഇവർ തീരുമാനിച്ചു, അങ്ങനെ ഹോട്ടലിൽ കയറി. അങ്ങനെ 24 നിലയുള്ള ഹോട്ടലിൽ കയറി ഇവർ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൽ റൂമൊക്കെ എടുക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു ചങ്ങാതി പറഞ്ഞു, റൂം ഏതാണ്ട് കൺഫേം ആകുന്ന സമയത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് 24ാമത്തെ നിലയിൽ റൂമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞത് ഭയങ്കര റിസ്ക്കാണ്, ഇന്നത്തെ പോലെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നുമല്ല, പഴയ ആ ഒരു ഇരുമ്പിൻ്റെ ലിഫ്റ്റ് ഇങ്ങനെ തുറന്നു വെക്കുന്ന ഒരു സമയമാണ്, പുറത്തു കൂടെയാണ് ലിഫ്റ്റ് എൻട്രി. അത് ചിലപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവും, നിങ്ങൾക്ക് കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവും, പിന്നെ സ്റ്റെപ്പ് കയറി പോകണം. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നിർബന്ധമാണെങ്കിൽ മാത്രം 24 ആലോചിച്ചാൽ മതി, ഇഷ്ടംപോലെ റൂം ഫ്രീ ആണ്, നിങ്ങൾ താഴെ എവിടെയെങ്കിലും നിന്നോളാൻ പറഞ്ഞു. ഇവർ പറഞ്ഞു, അതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് 24 വേണം, അതാകുമ്പോൾ നാട്ടിൽ പോയി പറയാൻ ഒന്നുകൂടി സുഖമാണ്. അങ്ങനെ 24ാമത്തെ നിലയ്ക്ക് പോകുമ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ലിഫ്റ്റ് കയറാൻ സമയം നോക്കി നിങ്ങൾ കയറിയാൽ മതി, ഇടക്കിടക്കൊന്നും ഉണ്ടാവില്ല, സൗകര്യം നോക്കി നിങ്ങൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ലിഫ്റ്റ് ഒന്നും വേണ്ട, ഞങ്ങൾ ആരോഗ്യമുള്ള ആൾക്കാരാണ്, തണ്ടും തടിയുള്ള ആൾക്കാരാണ്, അധ്വാനിക്കുന്ന ആൾക്കാരാണ്, വേർപ്പുള്ള അവർ കഷ്ടപ്പെട്ട് വേർത്തിങ്ങനെ ജീവിച്ച് വളർന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ആരോഗ്യമുള്ള ആൾക്കാരുണ്ട്. ഈ കോണിപ്പടി ചവിട്ടി എന്ത് ചെയ്യും, മുകളിൽ കയറും. ഈ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇവരിങ്ങനെ കോണിപ്പടി ചവിട്ടി ഇങ്ങനെ കയറി 1 കഴിഞ്ഞു 2 കഴിഞ്ഞു 3-ലെത്തിയപ്പോഴേക്ക് ക്ഷീണം വന്നു, കിതക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇടങ്ങറായപ്പം ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമുക്കിനി 24ാമത്തെ നിലയിൽ എത്തണം, തിരിച്ചു പോയിട്ട് ലിഫ്റ്റ് കയറാനുള്ള നാണം കൊണ്ട് പറ്റില്ല, കാരണം വെച്ചാൽ ആയജാതി ഡയലോഗ് അടിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് നമ്മുടെ സമയത്തിൽ തിരിച്ചു പോകാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും കയറലേ നിർവാഹമുള്ളൂ. അങ്ങനെ കയറാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ലെറ്റ്സ് ഹാവ് എ സൊല്യൂഷൻ, നമുക്കൊരു എളുപ്പവഴി ചെയ്യാം. നമ്മൾ ഒരു ക്ഷീണം മറക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോഴൊക്കെ ചെയ്യാറുള്ള ഒരു പണി എന്താണ്, നമ്മൾ കഥ പറയാം. അപ്പോൾ ജീവിതത്തിൽ കേട്ട ഏറ്റവും നല്ല രസികൻ തമാശ ആലോചിക്കാം, എന്നിട്ട് ആ തമാശ ഒരാളോട് പറയാം, ആ തമാശ മറ്റാൾ കേൾക്കുക, എന്നിട്ട് ആ തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് സമയം അറിയില്ല. അതുകൊണ്ട് ഏറ്റവും എവർ എൻ്റർടൈനിങ് ആയൊരു തമാശ പറയണം. 3 ആളും ആലോചിച്ചൊരു കഥ കണ്ടുപിടിച്ചു. ആദ്യത്തെ ആളുടെ കഥ പറഞ്ഞു. ആ കഥ കേട്ട് സന്തോഷത്തിൽ ചിരിച്ച് കളിച്ച് ആ ആവേശത്തിൽ എന്ത് ചെയ്തു വെച്ചാൽ 11ാമത്തെ നിലയിലെത്തി, ഒന്നും അറിഞ്ഞില്ല. 2ാമത്തെ പോർഷനിലെത്തിയപ്പോൾ 2ാമത്തെ ആൾ കഥ തുടങ്ങി, അയാളും ഗംഭീര തമാശ പറഞ്ഞു, അതിൻ്റെ ഹരത്തിലും രസത്തിലും ചിരിയിലും എങ്ങനെ 20ാമത്തെ നിലയിലെത്തി. ഇനി 4 നിലയെ ബാക്കിയുള്ളൂ. അപ്പം 2 ആളും കൂടെ 3ാമത്തെ ആളോട് പറഞ്ഞു, നീ പറഞ്ഞു നിന്റെ കഥ തുടങ്ങാൻ ടൈമായി, ദിസ് യുവർ ടൈം. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, ഞങ്ങൾ പറഞ്ഞത്രയുള്ള വലിയ കഥയൊന്നും വേണ്ട, കാരണം എന്താ വെച്ചാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ആകെ 3 നില കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും,
മുകളിലെത്താൻ പറ്റും. അതുകൊണ്ട് നീ ചെറിയൊരു ഷോർട്ട് സ്റ്റോറി മോർ ദാൻ ഇനഫ് അത് പറയാൻ പറഞ്ഞപ്പോൾ ഈ ചങ്ങാതി വളരെ സ്നേഹത്തോടു കൂടി പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ തമാശ പറയാം, പക്ഷെ എൻ്റെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ തമാശ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. ഞാൻ തമാശ പറഞ്ഞ് നിങ്ങൾ എന്നെ അടിക്കും. ഞാൻ തമാശ പറഞ്ഞ പക്ഷെ നിങ്ങൾ ക്ഷുഭിതരാകും. അതുകൊണ്ട് എനിക്ക് ആ ജോക്ക് പറയാൻ തോന്നുന്നില്ല എന്നുള്ളു. അപ്പൊ ഇവർ പറഞ്ഞു, എടാ തമാശ പറഞ്ഞാൽ എങ്ങനെ ആൾക്കാർക്ക് ദേഷ്യം വരിക, എങ്ങനെ വെറുപ്പ് വരിക? തമാശ എന്ന് പറയുന്നത് എൻജോയ്. അപ്പൊ പറഞ്ഞു, അല്ല എൻ്റെ തമാശ നാട്ടുകാർക്കൊക്കെ ചിരി വരും, പക്ഷെ നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പൊ ഇവർ ചോദിച്ചു എന്ത് തമാശയാണ്? അപ്പൊ അവസാനം പറഞ്ഞു, വിത്ത് എ കണ്ടീഷൻ, ഞാൻ പറയാം, പക്ഷെ ഞാൻ ആ തമാശ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലരുത്, ദേഷ്യം പിടിക്കരുത്, എന്നെ ഒന്നും ചെയ്യരുത്. അങ്ങനെ നിർവികാരമായി കേട്ട് നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ തമാശ പറയാം. അപ്പൊ പറഞ്ഞു, എന്നാ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ തല്ലൂല, ദേഷ്യം പിടിക്കൂല എന്നൊക്കെ ഉറപ്പ് കൊടുത്തതിന് ശേഷം ഇവൻ പറഞ്ഞു, അപ്പോഴേക്ക് 22ാമത്തെ നിലയിലെത്തി, ഇനി 2 നിലയെ ബാക്കിയുള്ളൂ. ഇവൻ പറഞ്ഞു, വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ലിഫ്റ്റ് കയറൂല, ആരോഗ്യമുണ്ട്, മസിലുണ്ട്, തണ്ടും തടിയുണ്ട്, ഞങ്ങൾ ആരോഗ്യവാന്മാരാണെന്നൊക്കെ ഡയലോഗൊക്കെ അടിച്ചിട്ട് 24ാമത്തെ നിലയിൽ റൂമും വേണമെന്ന് പറഞ്ഞ് വരുമ്പോ അങ്ങ് താഴത്തെ റിസപ്ഷനിൽ നിന്ന് എൻ്റെ കയ്യിൽ ഒരു സാധനം തന്നിരുന്നു, ഈ റൂമിന്റെ താക്കോല്. അതെന്നോട് എടുക്കാൻ മറന്നുപോയി. അതുള്ളത് എവിടെയാ? താഴെയാണ്. അതാണ് തമാശ. ഇത് നാട്ടുകാരോട് ആരോട് പറഞ്ഞാലും തമാശ, പക്ഷെ കേറിയ നമുക്ക് ഇത് തമാശ അല്ല. ഇത് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയ നമ്മളെ സംബന്ധിച്ച് സഹിക്കാനാവാത്തൊരു പ്രയാസമാണ്. ഇവർ പരസ്പരം നോക്കി തല്ലൂലാനും ദേഷ്യം പിടിക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് വേറെ വഴിയില്ല, ഇറങ്ങി വരാൻ നിർവാഹമില്ല. അപ്പോൾ ഒരു രാത്രിയാണ് ഇവർ പരസ്പരം പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, നമ്മളൊരു താഴെ പോയി വരിക എന്ന് പറഞ്ഞാൽ ആകെ ഇടങ്ങാറാണ്. തൽക്കാലം ഒരു രാത്രിന്റെ പ്രശ്നം ഇപ്പൊ തന്നെ ക്ഷീണിച്ചിട്ടുണ്ട്, തൽക്കാലം ഈ വരാന്തയിൽ നമുക്ക് തൽക്കാലം ഇന്ന് കിടക്കാം, എന്നിട്ട് നാളെ നേരം വെളുക്കും പോയിട്ട് നാളെ മുതൽ നമുക്ക് റൂം സൗകര്യപ്പെടുത്താം. അവിടെ ഇന്ന് തൽക്കാലം വരാന്തയിൽ കിടക്കാന്ന് പറഞ്ഞാൽ അവിടെ വരാന്തയിൽ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് പോന്നു. ഇത് ഒരു നാട്ടിൻ പുറത്തെ തമാശയൊക്കെ പറയാനുള്ള ഒരു കഥയാണ്. അന്തുമില്ല അയലോന് ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങളാണ് അത്യുന്നതർ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ എന്ന ഖുർആനിക വചനം ഒരുപക്ഷെ ആലോചിച്ച് നോക്കിയാൽ എളുപ്പത്തിന് ബോധ്യപ്പെടും ഈ തമാശയാണ്, ഈ കഥയാണ്. നമ്മൾ 24ാമത്തെ നിലയിലെ ഏറ്റവും മുകളിലത്തെ റൂമൊക്കെ ഉള്ള ആൾക്കാരാണ്, പക്ഷേ വരാന്തയിലാണ് കുറെ കാലമായിട്ട് താമസം ഉള്ളത്. താക്കോലുള്ളത് ഇപ്പോൾ എവിടെയാണ്? താഴെ. കയ്യിൽ താക്കോലില്ലാത്തത് കൊണ്ട് റൂം വലിയ 24ാമത്തെ നിലയിലാന്ന് ഡയലോഗ് അടിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഈ സമുദായത്തിന് അതിനുള്ളിൽ പോയി കിടന്നുറങ്ങാനുള്ള അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല. മുൻകാലത്തുള്ളവർക്ക് ലഭിച്ചിരുന്നു, കാരണം അവരുടെ കയ്യിൽ താക്കോലുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ താക്കോലില്ല. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾക്ക് 24ാമത്തെ നില എന്നൊക്കെ പറയാ, ഐ റൂമ എന്നൊക്കെ വിളിച്ചു പറയാന്നല്ലാതെ ആ റൂമിനുള്ളിൽ കയറിയവന്റെ സുഖം ഇതുവരെ നമ്മൾ അനുഭവിക്കുന്നില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള താക്കോൽ ഇന്നും നമ്മുടെ കയ്യിലില്ല. ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളെ കാണുമ്പോൾ ഇവർ 24ാമത്തെ നിലയിലെ റൂമിൽ താമസിക്കുന്നവരാണെന്ന് അവർക്ക് തോന്നണമെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രവാചകനും പരിശുദ്ധ ദീനും ഏൽപ്പിച്ച താക്കോല് അത്രമേൽ സുരക്ഷിതമായി നമ്മളുടെ കയ്യിൽ ഭദ്രമായി കൊണ്ടു നടക്കാൻ കഴിയുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. ആ താക്കോൽ എന്താന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. അൽ-ഈമാനു ഉരിയാൻ വലിബാസുഹു തഖ്വ വസീനത്തുൽ ഹയാ വസമറത്തു വൽ എന്ന് പറയുന്നത് പോലെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നഗ്നമായ അവസ്ഥയാണ്, ഉടുതുണിയില്ലാത്ത അവസ്ഥ. ആ നഗ്നമായ അവസ്ഥക്ക് ഒരു വസ്ത്രം വേണം. ആ വിശ്വാസിക്ക് അനുഭവിക്കുന്ന വസ്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ വലിബാസുഹു തഖ്വ, അവന് വേണ്ട ഏറ്റവും മനോഹരമായ ഉടുപ്പ് അത് തഖ്വയുടെ ഉടുപ്പാണ്, വിശ്വാസത്തിന്റെ ഉടുപ്പാണ്. തഖ്വയുണ്ടെങ്കിലാണ് നമുക്ക് വസ്ത്രം ധരിച്ചു എന്ന് പറയാൻ അവകാശമുള്ളൂ. ഒരു മനുഷ്യന് വസ്ത്രം ധരിക്കാതെ നമ്മുടെ മുന്നിലൂടെ നടന്നാൽ അയാൾ എത്ര എളിഭ്യനാകും, എത്ര അഭാസ്യനാകും, എത്ര പരിഹസിക്കപ്പെടും, എത്രമേൽ അയാൾ വലിയ ഒരു ജീവിതകാലം മുഴുവൻ നാണക്കടയൊക്കെ മാറ്റാൻ കഴിയില്ല. എന്നാൽ മുസ്ലിം അവന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് തഖ്വയുടെ വസ്ത്രമാണ്, അത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ വസ്ത്രമാണ്. ആരും കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നതാണ് തഖ്വ. ആരും എന്നെ വിലയിരുത്തുന്നില്ലെങ്കിലും പടച്ച തമ്പുരാൻ എന്നെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് തഖ്വ. ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ഒരു വലിയൊരു ഇമോഷണലായി ഒരു സ്പിരിച്വൽ കോഡ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് തഖ്വ. ആ കോഡ് ഡിസ്കണക്ട് ആവാതെ ജീവിക്കുന്നതാണ് തഖ്വ. അല്ലാതെ അത് കുറെ നേരം 5 നേരം നിസ്കരിക്കലോ നോമ്പെടുക്കലോ സക്കാത്ത് കൊടുക്കലോ മാത്രമൊന്നുമല്ല, അത് റിച്വൽസ് ആണ്. അത് നമ്മൾ ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ, ശരീരം വൃത്തിയാക്കുന്നത് പോലെ ഈ ഭൂമിയിൽ അള്ളാഹു തന്ന ആയുസ് കൊണ്ട്, ശ്വാസം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ നിർവഹിക്കേണ്ടുന്ന നിർബന്ധമായ കർമ്മങ്ങളാണ് നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ. അതൊന്നും നമ്മുടെ ഗ്രേറ്റ്നെസ് ഒന്നുമല്ല, നമ്മുടെ വലിയ ജനറസ് ആയ ഇനിഷ്യേറ്റീവ്സ് ഒന്നുമല്ല. അത് നമ്മൾ ചെയ്തേ പറ്റൂ, അത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ നീതിയാണ്. എന്നാൽ നമ്മുടെ ഗ്രേറ്റ്നെസ് എന്താ? നമ്മുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് അള്ളാഹു കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ, അള്ളാഹു എൻ്റെ ഉള്ളിലുണ്ട് എന്ന വിശ്വാസത്തിൽ, അള്ളാഹു എൻ്റെ മുന്നിലുണ്ട് എന്ന വിശ്വാസത്തിൽ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തികളെയും നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഡിവൈൻ മൂല്യങ്ങൾ, ഡിവൈൻ വാല്യൂസ്, അല്ലെങ്കിൽ ആ ഡിവിനിറ്റിയുടെ നന്മകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ഗുണം. അതാണ് തഖ്വ.
ആ തഖ്വ മനുഷ്യനിൽ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യര് 5 നേരം നിസ്കരിക്കുന്നവരെന്നല്ല പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യര് ഹജ്ജും സക്കാത്തും റമളാനിലെ നോമ്പും എടുക്കുന്നവരെന്നല്ല അള്ളാന്റെ പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം. നിങ്ങളിൽ ഏറ്റവും നല്ലവര് അത്തഖാക്കും, നിങ്ങളുടെ ഹൃദയ വിശുദ്ധിയെ അതിന്റെ പാരമ്യതയിൽ അനുഭവിച്ചവരാണ്, തഖ്വയുള്ളവരാണ്, അള്ളാഹുവിനോട് ആ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. ആ സൂക്ഷ്മത ജീവിതത്തിൽ ഉണ്ടാവലാണ് ഒന്നാമത്തെ ഘടകം. ഇനി വലിയ സുഹൃത്ത്, ആ വസ്ത്രം അണിഞ്ഞാൽ വസ്ത്രത്തിന് സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരുപോലെയല്ല, അതിന് ഭംഗിയുണ്ടാവും. ആൻഡ് വിൽ ഓൾവേസ് ബി വറീഡ് അബൌട്ട് ദി ബ്യൂട്ടി ഓഫ് ദി ഡ്രസ്. അങ്ങനെയാണെങ്കിൽ വസീനത്തുൽ ഹയാ, ആ വസ്ത്രത്തിന്റെ ഭംഗി എന്താ? അതാണ് ഹയാ എന്ന് പറയുന്നത്, മൊഡസ്റ്റി എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്നത്, നാണെന്ന് പറയുന്നത്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, അൽ ഈമാനു വൽ ഹയാഉ ഖുറന. ഈമാനും ഹയാവും എന്ന് പറയുന്നത് കൂട്ടുകാരന്മാരാണ്. ഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ-ആഖർ. ഒന്ന് ഉയർത്തപ്പെട്ടാൽ രണ്ടാമത്തതൊന്നും ഉണ്ടാവില്ല. നല്ലോണം ആലോചിക്കേണ്ട ഒരു വചനാണ്. ഈമാനും ഹയാവും അഥവാ വിശ്വാസവും മോഡസ്റ്റിയും, ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൽ കൂട്ടുകാരന്മാരാണ്. ഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ-ആഖർ. ഒന്നില്ലെങ്കിൽ രണ്ടാമത്തതുണ്ടാവില്ല. Where there is no iman, there will not be haya. Where there is no haya, there will definitely not be there iman. വിശ്വാസം ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിക്കുക, ഇതിനേക്കാൾ വലിയ നിർവചനം എന്താ വേണ്ടത്? ഇന്ന് ഹയാ നഷ്ടപ്പെടുന്നു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് ഏത് പോകുന്നു? ഈമാന് പോകുന്നു. വാപ്പയും ഉമ്മയും കാണുന്നതിന് പ്രശ്നമില്ലാത്ത രീതിയിൽ മക്കൾ മാറിയാൽ, അവരുടെ മുന്നിൽ എന്തു ചെയ്യാൻ മടിയില്ലാത്ത രീതിയിൽ മക്കൾ മാറിയാൽ, ആ മക്കളുടെ ഉള്ളിൽ നിന്ന് ഹയാ പോണതിനേക്കാൾ വേഗത്തിൽ പോണ സാധനം ഈമാനാണ്. ഇന്ന് വിശ്വാസമില്ലാതായാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഈമാനികമായ ബോധമില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വേഗം നഷ്ടപ്പെടുന്നത് ഹയ ആണ്. എന്ത് ചെയ്താലും കുഴപ്പമില്ല. അതിന് നമ്മൾ പേഴ്സണൽ ചോയ്സ് എന്ന് പറയും, ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയും, അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ഈ പുതിയ കാലത്തിന്റെ ഒരു യോയോ ട്രെൻഡ് എന്ന് പറയും, എന്തും വിളിക്കാം. പക്ഷെ ദിസ് ഓൾ വിൽ ബി ഓൺലി the foundation will always be where there is no iman, there will never be never you can see the power or the spirit of haya. ഇത് കാണാൻ കഴിയില്ല. ആ ഹയാ നഷ്ടപ്പെട്ടു പോയാൽ ഈ വസ്ത്രത്തിന് ഒരു ഭംഗിയും ഉണ്ടാവില്ല. സ്വന്തം മാതാവിനെ കഠാര കൊണ്ട് കുത്തിമുറിച്ച് കൊല ചെയ്യുന്ന പുതിയ കാലത്തെ കുട്ടി ഈ ഹയാ ഇല്ലാത്ത, അത് കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോയൊരു കുട്ടിയായിരിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്വന്തം അനുജനെയും പെങ്ങളെയും വല്യമ്മയും വല്യച്ഛനെയും ഒക്കെ ഒരു മണിക്കൂറുകളുടെ ഇടവേളയിൽ ഒരു ക്രിമിനലിനെ വെല്ലുന്ന ആസൂത്രണത്തോടെ കൊല ചെയ്യാൻ പറ്റുന്ന ഒരു മകൻ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത് ഈ ഹയാ ഇല്ലാത്തതിൻ്റെയും ഈമാൻ നഷ്ടപ്പെട്ടതിൻ്റെയും അടയാളമാവില്ലേ? പെങ്ങളെയും പെണ്ണിനെയും കാമുകയും തിരിച്ചറിയാതെ കാമവെറിയുടെ നൃത്തം ചവിട്ടി അവരെ കയറിപ്പിടിക്കുന്ന ക്രൂരമായ സ്വഭാവമുള്ള ചെറുപ്പക്കാരികളും നമ്മൾക്കിടയിൽ ഉണ്ടാകുന്നത് ഹയാ, ഈമാൻ എന്ന് പറയുന്ന മൂല്യം അവർക്കിടയിൽ നിന്ന് കൈവശം വന്നു പോയത് കൊണ്ടാവില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ തിരിച്ചറിവ് വിശ്വാസികളായി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോഴാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിലെ താക്കോൽ അവൻ വിശ്വാസമുള്ളവനാകുക എന്നതാണ്, മുഅ്മിനാവുക എന്നുള്ളതാണ്. ആ വിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ അവന് വസ്ത്രം വേണം, ആ വസ്ത്രത്തിന് അലങ്കാരം വേണം. ആ വസ്ത്രം തഖ്വയാണെങ്കിൽ അതിന്റെ അലങ്കാരം എന്ന് പറയുന്നത് ഹയാ ആണ്. ഇനി മൂന്നാമത്തത് വസമറതുഹു അൽ ഇൽം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടത് എന്താ? ഇൽം ഉണ്ടാവുക എന്നുള്ളതാണ്. അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അൽ ഇൽം എന്നാണ് പറഞ്ഞത്, യഥാർത്ഥ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള വിജ്ഞാനം. അതിന് there is no difference on religious knowledge or modern knowledge. അങ്ങനെ ഒരു ഡിഫറൻസേ ഇല്ല. അതൊരു സ്വാഭാവികമായ തെറ്റിദ്ധാരണയാണ്. അബ്ബാസിയ ഖിലാഫത്തിന്റെ ശേഷം ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിലുള്ള താർത്താരികൾ ഒരു സമൂഹത്തെ നശിപ്പിച്ചതിന്റെ തുടർച്ചയായി നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രയാസകരമായ ഒരു അവസ്ഥയാണ് മതത്തിന്റെ വിജ്ഞാനത്തെ രണ്ടാക്കി തിരിച്ചത്. ഒന്ന് ഭൗതികം, ഒന്ന് മതപരം. അതുവരെ എല്ലാം ഒന്നായിരുന്നു. ഇഖ്റയുടെ തുടർച്ചയിലായിരുന്നു നമ്മൾ. അതുവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവ് തന്നെ വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യം, വിഭാഗീയമായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് നമ്മൾ ഈ വിഭജനം കണ്ടു. മതബോധമുള്ളവരെല്ലാം പള്ളികളിലും ചരമം, വിവാഹം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നേതൃത്വം നടത്തുന്ന രീതിയിലേക്ക് മാത്രമായി ചുരുങ്ങി. ഭൗതിക വിജ്ഞാനമുള്ളവരെല്ലാം രാജദർബാറുകളിൽ പദവിയുള്ളവരായി മാറി, വലിയ അംഗീകാരങ്ങളുള്ളവരായി മാറി. ഈ അംഗീകാരങ്ങളിലേക്ക് സമൂഹം മാറിയപ്പോൾ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണ്, നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മതം അല്ലെങ്കിൽ ഭൗതികം എന്ന് പറയുന്ന രണ്ട് വിജ്ഞാന ശാഖകളിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ വഴിമാറി. അത് വന്നപ്പോഴാണ് നമ്മൾക്കിടയിൽ തകർച്ചയുണ്ടായത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ സന്നദ്ധനാകുന്നതും ജിയോളജി പഠിക്കാൻ സന്നദ്ധനാകുന്നതും അള്ളാഹുവിന്റെ അടുത്ത് ഒരുപോലെ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണ്. ഖുർആനിൻ്റെതായ സവിശേഷതകളുണ്ട് തീർച്ചയായും. ആ ഖുർആൻ തന്നെയാണ് ജിയോളജി, ഖുർആൻ തന്നെയാണ് ബയോളജി, ഖുർആൻ തന്നെയാണ് ജിയോഗ്രഫി, ഖുർആൻ തന്നെയാണ് ഈ സോഷ്യൽ സയൻസ്, ഖുർആൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള സർവ്വധാരണകളും, ഈ കാണുന്ന ലോകത്തിലെ വിജ്ഞാന ശാസ്ത്രങ്ങളെല്ലാം അതിഖ്റയുടെ മനോഹരമായ പരിധിയിൽ വരുന്ന നന്മയാണ്. ഇതിലെല്ലാം മുസ്ലിം വളർന്നിരുന്നു.
അതുകൊണ്ടാണ് ലോകത്തിന്റെ നെറുകയിൽ എല്ലായിടങ്ങളിലും ഇബ്നു സീനയുടെ കാനൂൻ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ അബിസിന്നയുടെ കാനൺ ഓഫ് മെഡിസിൻ എന്ന് വൈദ്യശാസ്ത്ര രംഗത്തെ റെഫറൻസ് പുസ്തകമായി കാലങ്ങളോളം പറഞ്ഞിരുന്ന കാനൺ ഓഫ് മെഡിസിൻ മുസ്ലിമീങ്ങളുടെ സംഭാവനയായി ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നത് ഇബ്നു സീനയാണ് അത് ലോകത്തിന് സമർപ്പിച്ചത്. ഇബ്നു ഖൽദൂൻ ഇല്ലാത്ത സോഷ്യോളജിയുടെ സോഷ്യൽ സയൻസിന്റെ ഒരു ധാരണാപത്ര ഒരു ലോകം ഇന്ന് സമൂഹത്തിന് പരിചിതമാകുമായിരുന്നില്ല ഇബ്നു ഖൽദൂനിന്റെ സംഭാവനയില്ലെങ്കിൽ. ഇമാം റാസിയുടെ, അതുപോലെ അൽ-കിന്ദിയുടെ, ഫാറാബിയുടെ, ആ ഇമാം ഗസാലിയുടെ, ഇങ്ങനെ തുടങ്ങിയ ചരിത്രത്തിലെ പ്രതിഭകളായ ആ മഹാരഥന്മാരുടെ കോൺട്രിബ്യൂഷൻസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നീ കാണുന്ന വൈജ്ഞാനികമായ പ്രബുദ്ധതയൊന്നും ലോകത്തിനുണ്ടാകുമായിരുന്നില്ല. ഇതൊക്കെ കൊടുത്തത് മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് ജിയോഗ്രഫി എന്നും ഫാദർ ഓഫ് ജിയോളജി എന്നും ഫാദർ ഓഫ് ബയോളജി എന്നും ഫാദർ ഓഫ് സോഷ്യൽ സയൻസ് എന്നും അതൊക്കെ പറയാം. ആ കാലഘട്ടത്തിലെ മധ്യകാലത്തിന്റെ സ്പെയിനിലെ മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞത് അതുകൊണ്ടാണ്. അവര് ആ കാലഘട്ടത്തിലെ ജനവിഭാഗത്തിന് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ ആൻഡ് കാസ്റ്റ് ഓർ ക്രീഡ് എല്ലാവരുടെയും മുന്നിലെ മോഡലായിരുന്നു. മഹാനായ ഗാന്ധിജി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ലോകത്തോട്. യൂറോപ്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക braved the advent of Islam. Islam was preached the humanity to the entire world, and Islam was the gospel of brotherhood, and Islam was the torch bearer of entire medieval world. ഗാന്ധിജി പറയാണ് ആ സൗത്ത് ആഫ്രിക്കയിലെ യൂറോപ്യന്മാർക്ക് വരെ ഇസ്ലാമിന്റെ പേടിയാണ്. എന്തായിരുന്നു അവരുടെ പേടിയുടെ കാരണം? ഒറ്റ കാരണമാണ്, ഇസ്ലാം വാസ് പ്രീച്ച്ഡ് ദി ഹ്യൂമാനിറ്റി ടു ദി എൻറ്റയർ വേൾഡ്. ലോകത്തിന് മാനവികത എന്താന്ന് പഠിപ്പിച്ചു കൊടുത്ത മതം ഇസ്ലാം, ഹ്യൂമാനിറ്റി പറഞ്ഞു കൊടുത്തത് ഇസ്ലാമാണ്. ആൻഡ് ഇസ്ലാം വാസ് ഗോസ്പൽ ഓഫ് ബ്രദർഹുഡ്, സാഹോദര്യത്തിന്റെ സന്ദേശവാഹകർ. ചരിത്രം കണ്ട ഏറ്റവും വലിയ സാഹോദര്യത്തിന്റെ വക്താക്കൾ മുസ്ലിമീങ്ങളായിരുന്നു. ആൻഡ് ഇസ്ലാം വാസ് ദ ടോർച്ച് ബിയറർ ഓഫ് എൻറ്റയർ മെഡീവൽ വേൾഡ്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, നാണം മറക്കാൻ പഠിച്ചിട്ടില്ലാത്ത യൂറോപ്യന്മാർക്ക് വസ്ത്രം ധരിക്കണമെന്ന കൾച്ചർ പോലും പഠിപ്പിച്ച് അവരെ ധാർമ്മികമായി പ്രബുദ്ധരാക്കിയ ആ ടോർച്ച് ബിയറർ ഓഫ് മെഡീവൽ വേൾഡ് ആരാന്ന് ചോദിച്ചാൽ അത് മുസ്ലിമീങ്ങളായിരുന്നു. ഇത് പറയുന്നത് മഹാനായ ഗാന്ധിജിയാണ്. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന ഒരു ജനവിഭാഗത്തിന്റെ പേരാണ് ലോകത്തിലെ മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും പോലെ പ്രൊഫഷണൽ മേഖലയിലുള്ളവർ, അതുപോലെ സാമൂഹിക രംഗത്ത് ഇടപെടുന്നവർ, വിഭിന്ന വിഭാഗങ്ങളിലുള്ള സമുദായവുമായി ഇടപഴകുന്നവർ, അവർക്കിടയിൽ സൗഹൃദത്തിന്റെ ഒരു വിശാല പരിസരം തീർക്കാൻ, അവർക്കിടയിൽ ഒരു ഐഡന്റിറ്റി ഉള്ളൊരു മുസ്ലിമായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായി ചോദിക്കും, എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത് അതാണ്. അപ്പൊ നമ്മളോട് ചോദിക്കും, ഇത് സാധ്യമാണ്? ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും? നിങ്ങളോട് ഇത് വിശദീകരിക്കേണ്ടതില്ല. യു വിൽ ഹാവ് സം വൺ ഓർ അതർ പീപ്പിൾ ഹു വിൽ ബി സ്റ്റേയിങ് ഇൻ യൂറോപ്പ് ഓർ ഹു വിൽ ബി റിസൈഡിങ് ഇൻ അമേരിക്ക. നിങ്ങൾ അവിടെ ആ രാജ്യങ്ങളിലൊക്കെയുള്ള മനുഷ്യരെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് ലോകത്ത് പറയുന്നത് കൊണ്ട് വിഷമമൊന്നും വിചാരിക്കരുത്, പക്ഷേ ഇസ്ലാമിൻ്റെ ബ്യൂട്ടി അത്രമേൽ ലോകം ആസ്വദിക്കുന്നത് ഇസ്ലാമിൻ്റെ എല്ലാ ചിഹ്നങ്ങളും സംഘടനകളും സംവിധാനങ്ങളും ഉള്ള നമ്മുടെ നാട്ടിലല്ല. നേരെ മറിച്ച് ഇത്തരം സംവിധാനങ്ങളൊക്കെ വളരെ പരിമിതമായി മാത്രമുള്ള അങ്ങ് അമേരിക്കയിലെയും കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും ന്യൂസിലാൻഡിലെയും ജർമ്മനിയിലെയും ഇംഗ്ലണ്ടിലെയും മനുഷ്യരാണ് ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് കൗതുകത്തോടെ അറിയുകയും പഠിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ പരിസരത്തിൽ നിന്ന്, നമ്മുടെ ചിട്ടവട്ടങ്ങളിൽ നിന്ന്, നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് നമ്മളോട് മതിപ്പ് തോന്നി ഇസ്ലാമിലേക്ക് വരുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കുറവാണ് എന്ന് മാത്രമല്ല, അങ്കുലി പരിമിതമാണ്, പലപ്പോഴും ഇല്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നമ്മളോട് നമ്മുടെ ക്യാരക്ടർ കണ്ടിട്ട് മതിപ്പ് തോന്നി ഇസ്ലാമിലേക്ക് വന്ന എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാം? കല്യാണം കഴിക്കാൻ വന്നവരുണ്ടാവും, അല്ല പിടിച്ച് കെട്ടിച്ച് മുസ്ലിം ആക്കിയവരുണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈ ചോയ്സായി ഇസ്ലാമിക മതത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് ഹൃദയപൂർവ്വം കടന്നു വന്ന മനുഷ്യർ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ അവർക്കിടയിൽ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന മുസ്ലിമായി മാറുന്നിടത്ത് പരാജയപ്പെടുന്നു. എന്നാൽ ഇതൊന്നുമില്ലാത്ത ലോകത്ത് ഇസ്ലാമോഫോബിയയുടെ അപ്പോസ്തലന്മാരായ, ഇസ്ലാമിനെതിരെയുള്ള പടയോട്ടങ്ങൾക്ക് മുഴുവൻ വിത്തിറക്കുന്ന, അതിന് പണം കൊടുക്കുന്ന, സൗകര്യമൊരുക്കുന്ന ലോകരാജ്യങ്ങളിലെ ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇസ്ലാം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയനാണ്, വേഗത്തിൽ വളരുന്ന മതമാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു അനുഭവമുണ്ട്. അത് വാഷിങ്ടൺ DC-യിലെ ഒരു ജൂത സിനഗോഗിൽ ഒരു വെള്ളിയാഴ്ച ദിവസം, ഞാൻ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ സൂചിപ്പിച്ചതുപോലെ 2019 അമേരിക്കയുടെ ഗവൺമെന്റിന്റെ ഒരു അതിഥിയായി ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യൽ റിക്വയർമെന്റ് എന്തെങ്കിലും ഉണ്ടോ? അന്ന് നമ്മളൊക്കെ എഴുതി കൊടുത്ത 2 സാധനം, ഒന്ന് ഹലാൽ ഫുഡ് വേണം, 2 വെള്ളിയാഴ്ച ജുമക്ക് പോകണം. ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് വേണ്ട ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടേണ്ട ഗുണം. ഞങ്ങളൊരു 16 പേരുടെ ടീമാണ്. അതിൽ 13 രാജ്യങ്ങളിൽ നിന്നാണ്, മുസ്ലിം ആയിട്ടുള്ളത് ഞാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എഴുതി കൊടുത്തു. അപ്പോൾ ഞാൻ അത് ഇന്റർവ്യൂ സമയത്ത് പറഞ്ഞു. പക്ഷെ അവർ ഭയങ്കര ഡിഗ്നിഫൈഡ് ആയിട്ട് അതിനെ മാനേജ് ചെയ്തു. അവർ എവിടെ ചെന്നാലും ഹലാൽ ഫുഡിലെടുത്ത് ഭക്ഷണത്തിന് നിർത്തും. അതുപോലെ തന്നെ അതിനെ സൗകര്യം ചെയ്യും. അഡ്ജസ്റ്റൻ്റ് ആയ ഹലാൽ റെസ്റ്റോറൻറ്റ് എനിക്കത് സൗകര്യം ചെയ്യും, മറ്റവർക്ക് അത് ചെയ്യും. അതുകൂടാതെ ഈ പറയപ്പെടുന്ന വെള്ളിയാഴ്ചകളിൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു പ്രിന്റ് നോട്ടീസ് തരും. ആ പ്രിന്റ് നോട്ടീസ് എന്നാൽ എത്ര സമയത്ത് എവിടെ വന്ന് ഏത് ബ്ലോക്കിൽ വന്ന് നിൽക്കണം, അവിടെ നിന്ന് വണ്ടി വരും, ഡ്രൈവറുടെ നമ്പർ ഉണ്ടാവും, എന്നിട്ട് അവിടെ നിന്ന് പോയി തിരിച്ചു കൊണ്ടുവരാനുള്ള, പിക്ക് ചെയ്യാനും കൊണ്ടുവരാനുള്ള ആളും ഉണ്ടാവും.
ആദ്യത്തെ വെള്ളിയാഴ്ച ഇതുപോലെ കാത്തിരുന്ന സമയത്ത് ഒരു 10-10:30 മണിക്ക് എന്നെ കൂട്ടാൻ ഡ്രൈവർ വന്നു. അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഞാൻ കയറി. ആ വണ്ടിയിൽ നിന്ന് ജുമഴക്ക് വേണ്ടി ഒരു പള്ളിയിലേക്ക് കൊണ്ടുപോയി. ആ പള്ളിയിലേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ടുപോയി ഇറക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെയല്ല എനിക്ക് ഇറങ്ങേണ്ടത്, എനിക്ക് പള്ളിയിലേക്കാണ് പോകേണ്ടത്. അദ്ദേഹം പറഞ്ഞു, നോ നോ നോ, ദ ലൊക്കേഷൻ വിച്ച് ദ ഓഫീസ് ഹാസ് ഗിവൺ മീ ദിസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് പോകാൻ പെർമിഷൻ ഇല്ല, എനിക്ക് ഒഫീഷ്യലി ഡിപ്ലോമാറ്റിക് ആയിട്ട് നൽകിയത് ഇവിടെ നിങ്ങളെ കൊണ്ടുപോയി വിടണം എന്നുള്ളതാണ്, വേറെ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെർമിഷൻ രണ്ടാമത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാൾ നിർബന്ധം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റൂല, കാരണം അത് അത്രയും ഓർഡറാണ്, അതുകൊണ്ട് ഇവിടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു വിടാനുള്ളത്, അവിടെ ഒരാളെയും പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അതൊരു ജൂത സിനഗോഗാണ്. ഒരു 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 ജവിഷ് അവരുടെ ഒരു ആരാധനാലയമാണ്. ആരാധനാലയത്തിനുള്ളിലേക്ക് പതിയെ കയറി. എൻ്റെ പേടി അന്നത്തെ ജുമ പോകുമല്ലോ അല്ലെങ്കിൽ കിട്ടൂലല്ലോ പക്ഷെ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യല്ല. അത് ഉള്ളിലേക്ക് കയറി അവരുടെ ഓഫീസിലേക്ക് ഒരു ട്രസ്റ്റിയുടെ ഓഫീസിൽ കൊണ്ടുപോയി. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെയാണ് സാധാരണ ഞങ്ങളുടെ ബ്രദേഴ്സ് ഇവിടെയാണ് ഫ്രൈഡേ കോൺഗ്രിഗേഷൻ നടത്താറുള്ളത്, അതിനുവേണ്ടി സൗകര്യം ചെയ്യാറുള്ളത് ഈ ജൂത സിനഗോഗിനുള്ളിലാണ്, അതുകൊണ്ട് you can very well join them and you can pray and after that these people will drop you there back in your office. അങ്ങനെ ഞാൻ ഭയങ്കര കൗതുകത്തോടെ ഓടി ഉള്ളിൽ കയറുമ്പോൾ ബെഞ്ച് ഡെസ്കിൽ ഇങ്ങനെ പിറകിൽ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നു. അവരെല്ലാം ഈ ജൂത സിനഗോഗിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നവരാണ്. പക്ഷെ തുണി കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ആരാധനാ പാത്രങ്ങളെയും അതിന്റെ രൂപങ്ങളെയും എല്ലാം അവർ തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. ആളുകൾ സൊഫായിട്ട് ഇങ്ങനെ പതിയെ വന്നിങ്ങനെ അവിടെ ജുമാ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നു. എൻ്റെ കൗതുകം തീരുന്നില്ല. ഒതുകൊടുത്ത് ഉള്ളിൽ കയറി സഫ് കെട്ടിയപ്പോൾ 100-200-ലധികം ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ ജുമയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു പ്രൊഫസർ വന്നു. ഏതൊരു യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് പ്രൊഫസറാണ്. അദ്ദേഹം വന്ന് ഖുതുബയുടെ ഭാഗമായി സംസാരം തുടങ്ങി. അദ്ദേഹം പ്രസംഗിക്കുന്നത്, ആ പ്രസംഗം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടി ഒടുങ്ങി. കാരണം ഇനി സ്വതന്ത്രമായി ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. കാരണം ഹിസ് ടോപ്പിക് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജൂയിസം ആൻഡ് ഇസ്ലാം. ഇസ്ലാമും ജൂയിസവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഖുത്ബ പ്രഭാഷണം. ഞാൻ അടുത്തിരിക്കുന്ന ആളുകളെ നോക്കാൻ തുടങ്ങി, പഠിച്ചോനെ ഞാൻ പെട്ടോ കുടുങ്ങിയോ എന്നുള്ള രീതിയിൽ. കാരണം അവരുടെ പള്ളി, അവരുടെ ട്രസ്റ്റീസ് അപ്പുറത്തിരിക്കുന്നു, ആ ജൂയിഷ് ആരാധകർ ആ ബെഞ്ചിൽ ഇപ്പുറത്ത് ഇങ്ങനെ വന്ന് കാഴ്ചക്കാരായി ഇരിക്കുന്നു, അതിന് മുന്നിൽ വന്ന് മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നു. അവർ എന്തുകൊണ്ട് why you should not prefer Jewish religion and you should opt for Islamic religion എന്ന് അയാൾ അർത്ഥശങ്കക്കിടയില്ലാതെ ഇങ്ങനെ എണ്ണിയിട്ട് അതിങ്ങനെ ഓപ്ഷൻസ് പറഞ്ഞ് ഒരു സംശയമില്ല അയാൾ പ്രസംഗിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞു, ഖുതുബ കഴിഞ്ഞു, ആളുകൾ ഇതൊക്കെ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞുപോയി. ആ സമയത്ത് ഞാൻ വീണ്ടും ആ ട്രസ്റ്റി ഓഫീസിലേക്ക് വന്നു. അവരെന്നെ നോക്കി പരിചയപ്പെട്ടു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ലെറ്റ് മീ ഹാവ് എൻ്റെ ഒരു ജെന്യുവിൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഡിഡ് യു ഹിയർ ദ സ്പീച്ച് ടുഡേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, യെസ് വെരി മച്ച്, ഞാൻ കേട്ടു. അപ്പോൾ പറഞ്ഞു, ദ ടോപ്പിക് ഈസ് ഓക്കെ ഫോർ യു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, യെസ് ഇറ്റ്സ് ഓക്കെ ആൻഡ് ഇറ്റ്സ് ഹാപ്പനിങ് ഓൺ ഫ്രൈഡേസ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ലേ? അയാൾ പറഞ്ഞു 2 മറുപടി. ഒന്ന്, നിങ്ങൾ അവിടെ ബെഞ്ചിലിരുന്ന ആളെ കണ്ടിരുന്നു ചോദിച്ചു. കണ്ടു. ആ ഇരുന്നവരൊക്കെ ഞങ്ങളുടെ ബ്രദേഴ്സാണ്, അവരൊക്കെ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവരെന്തിനാ അവിടെ വന്നിരുന്നതെന്ന് അറിയോ? ഈ വെള്ളിയാഴ്ചത്തെ പ്രസംഗം കേൾക്കാനാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം അറിയോ? ഇതിൽപ്പെട്ട പകുതി ആൾ പിറ്റത്തെ വെള്ളിയാഴ്ച എവിടെ ഉണ്ടാവും? നിങ്ങൾ ഇരുന്നിടത്ത് നിസ്കരിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾക്കറിയാം there are people who are reverting or converting to Islam from our brotherhood. പക്ഷേ we Americans believe religion is a choice. മതം എന്ന് പറയുന്നത് അത് അവരവരുടെ തെരഞ്ഞെടുപ്പാണ്. അത് അവർക്ക് ഇങ്ങോട്ടും ഞങ്ങൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റാവുന്ന ഒരു വിശ്വാസമായിട്ടാണ് ഞങ്ങൾ. എന്നിട്ട് അയാൾ ഒരു പ്രയോഗം പറഞ്ഞു, വി ഇന്റേണലി വി ബിലീവ്. അപ്പൊ എനിക്ക് മനസ്സിലായി പുറത്ത് അങ്ങനെ അല്ല. അമേരിക്കൻസിന് ഞങ്ങൾക്കിടയിൽ ഈ ധാരണ വളരെ കൂടുതലാണ്. നിങ്ങൾ അമേരിക്കയിൽ പോയവർക്ക് ഇത് അനുഭവം ഉണ്ടാവും. ജൂത സിനഗോഗുകളിൽ, ചർച്ചുകളിൽ എല്ലായിടത്തും ജുമാ നിസ്കാരം നടക്കുന്നു. പല ബോസ്റ്റണിലെ ചർച്ചിലൊക്കെ താഴെ ഹൗസ് പോലും ഉണ്ട് മുസ്ലിമീങ്ങൾക്ക് വെള്ളിയാഴ്ച ഒന്നും ഉണ്ടാക്കാൻ. This is happening anywhere in US, anywhere in Canada, anywhere in Australia. യൂറോപ്പിലെ പലയിടങ്ങളിലും സമാനമായ സ്ഥിതിവിശേഷങ്ങൾ കാണാം. എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഇസ്ലാമിക സമൂഹം വളരുന്ന ഒരു പ്രദേശമായി US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മാറുന്നു. അവിടെ ഒന്നും ഉള്ളിൽ ഈ അർത്ഥത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥയില്ല. എന്നല്ല, നമ്മളെക്കാൾ കൂടുതൽ വൈകാരികമായി ഇസ്ലാമികമായ ഉത്ബോധനങ്ങളും പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളും നടക്കുന്നത് അവിടെയാണ്. ഓരോ നമസ്കാരത്തിന് ശേഷവും വി ആർ ഫ്യൂ ബ്രദേഴ്സ് ഹു റിവേർട്ട് ടു ഇസ്ലാം എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അവരെ കലിമ ലെറ്റ്സ് ഓൾ റിസൈറ്റ് കലിമ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്ന നാടതാണ്. ഞാൻ പറഞ്ഞു വെക്കുന്നത്, അവിടങ്ങളിലെല്ലാം ഇത് പോസിബിൾ ആകുന്നത് ആചാരങ്ങൾ കൊണ്ടല്ല, ആരാധനകൾ കൊണ്ടല്ല, കേവലമായ നാട്യങ്ങൾ കൊണ്ടല്ല, രൂപങ്ങൾ കൊണ്ടല്ല, കേവലമായ നമ്മുടെ ബാഹ്യമായ ശക്തികൾ കൊണ്ടല്ല.
അവിടെ ജീവിക്കുന്ന മനുഷ്യർ അവർക്കിടയിൽ ഇൻഫ്ലുവൻഷ്യൽ ആകുന്നു എന്നതുകൊണ്ടാണ്. ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് എന്നോട് ബോധ്യപ്പെട്ടാൽ വാട്ട്സ് യുവർ റിലീജിയൻ എന്ന് ആളുകൾ ചോദിക്കും. ആളുകൾ ചോദിക്കുന്ന ഒരു മഹാനായ ഇമാം മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞതുപോലെ അഗർ ഉമ്മത്ത് ഐസേ ഹേ തോ ഇൻകാ നബി കൈസേ ഹോ ജായെംഗെ എന്ന ആളുകൾ ചോദിക്കും. ഈ സമുദായം ഇത്രമേൽ മാന്യന്മാരാണെങ്കിൽ ഇവരുടെ പ്രവാചകൻ എന്തുമാത്രം മാന്യന്മാരായിരിക്കും എന്ന് ചോദിക്കുന്ന രീതിയിൽ കൗതുകമുണ്ടാക്കുന്ന സമുദായമാണ് ഈ സമുദായം എന്ന ആളുകൾ പറയും. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്നുള്ളത് ഈ സമുദായം ഇങ്ങനെയാകുന്നത് നിങ്ങൾ നോക്കണ്ട. ഇൻക നബി അച്ഛാഹ്, ഇവരുടെ പ്രവാചകൻ നല്ലതാണ്, ഈ സമുദായം മാത്രമേ ഇങ്ങനെയുള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ വഴിമാറുന്നതാണ് നമ്മുടെ അപകടം. അതുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ നമുക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമ്മുടെ ആശയങ്ങളോ കാഴ്ചപ്പാടുകളോ ഒന്നും നഷ്ടപ്പെടുത്താതെ നമ്മൾ മുസ്ലിം എന്ന രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ട് സഹോദര സമുദായത്തിന്റെ ചിത്രങ്ങളിൽ, ചിന്തകളിൽ, ശീലങ്ങളിൽ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയുന്നിടത്ത് ആ യഥാർത്ഥ വിശ്വാസത്തിന്റെ തനിമ നമുക്ക് അനുഭവിക്കാൻ കഴിയും. മുസ്ലിം ഒന്നിനും എതിരല്ല, മുസ്ലിം ഒന്നിൽ നിന്നും മാറി നിൽക്കേണ്ടവനുമല്ല. മുസ്ലിം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവനാണ്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് അവന്റെ വൈയക്തികമായ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത സത്വവുമാണ്. അത് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഒന്നിച്ചിരിക്കാൻ ഇടമുണ്ട്, നമുക്ക് ഒന്നിച്ചു പറയാൻ ഇടമുണ്ട്, ഒന്നിച്ചു പങ്കുവെക്കാൻ ഇടമുണ്ട്. അവർക്ക് നമ്മളെ പഠിക്കാനും നമുക്ക് അവരെ പഠിക്കാനും ഇടമുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ അവർക്കിടയിൽ പ്രതീക്ഷയുടെ മാതൃകകളായി, ഓൾവേസ് ഡീലർ ഓഫ് ഹോപ്പായി നമ്മൾ അവർക്കിടയിൽ നന്മയുടെ വിത്തുകൾ പാകിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾക്കിടയിൽ വളരുന്നത് ഒന്നുകിൽ നമ്മൾ മതം മാത്രമായി ചുരുങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ മതേതരം മാത്രമായി ചുരുങ്ങുന്നു. മതം മാത്രമായി ചുരുങ്ങിയാൽ നമുക്ക് ആരും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. ഒരു നല്ല ഫ്രണ്ട് പോലും മറ്റു സമുദായത്തിൽ നിന്ന് ഉണ്ടായിന്ന് വരില്ല, നമ്മുടെ മക്കൾക്ക് പോലും ഇല്ല. എല്ലാം ഇസ്ലാമിക് സ്കൂളിൽ നിന്ന് തുടങ്ങി ഇസ്ലാമിക് കോളേജിലൂടെ പോയി, അല്ലെങ്കിൽ ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ പോയി, ഇസ്ലാമിക് ഹോസ്പിറ്റലിലൂടെ പോയി, എല്ലാം ഇസ്ലാമിക്കായ സംവിധാനങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഇസ്ലാമിക്കായി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു സുഹൃത്തിനെ കാണാൻ മറ്റൊരു സമുദായത്തിലില്ല, അവർക്ക് എന്നെ പരിചയപ്പെടാൻ ഒരു അവസരമില്ല, എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് സൗഹൃദങ്ങളില്ല, എല്ലായിടത്തും ഞാനും എൻ്റെ ആൾക്കാരും എന്ന രീതിയിലേക്ക് നമ്മൾ ചുരുങ്ങിയാൽ അടുത്ത തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത്. കാരണം അവരെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ഈ നാട്ടിലുണ്ടാവില്ല. അവർക്ക് സൗഹൃദങ്ങൾ കൊണ്ട് താങ്ങി നിൽക്കുന്ന മനുഷ്യരിവിടെ ഉണ്ടാവില്ല. കുഞ്ഞായൻ മുസ്ലിയാരും മാങ്ങാട്ടച്ചനും എന്നൊക്കെ ഒരു കഥ മാത്രമല്ല, അതൊരു ജനതയുടെ അടയാളം കൂടിയായിരുന്നു. ചേർന്ന് നിൽക്കുന്നവർ ഒന്നിച്ചു നിന്ന് പ്രൊട്ടക്ട് ചെയ്തതായിരുന്നു. സാമൂതിരി രാജാവും കുഞ്ഞാലി മരക്കാരും എന്ന് പറയുന്ന ഒരു കഥ മാത്രമായിരുന്നില്ല, ഒരു നാടിന്റെ പരിപ്രേക്ഷ്യമായിരുന്നു. സാമൂതിരി രാജാവിന് വിശ്വസിക്കാൻ കഴിയുന്ന കുഞ്ഞാലി മരക്കാരുണ്ടായത് ആ സംസ്കാരത്തിന്റെ ആ ഒരു ഊർജ്ജസ്വലതയിൽ നിന്നായിരുന്നു. പ്രവാചകൻ ഹിജറക്ക് പോകുമ്പോൾ തനിക്ക് മുന്നിൽ ആ സന്ദേശം പറയാൻ വിശ്വാസം തോന്നിയ ഒരേ ഒരു സുഹൃത്ത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു ജൂത സഹോദരനായി മാറിയത് പ്രവാചകന്റെ സൗഹൃദത്തിന്റെ ആഴമായിരുന്നു. അങ്ങനെ എടുത്തു നോക്കിയാൽ എല്ലായിടത്തുമുണ്ട് ഈ ബോധ്യം. അത് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ച ഒരു അവസാനത്തിൽ ഒരു വാക്കുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്: വിശ്വാസികൾക്ക് രണ്ട് സഹോദരങ്ങളുണ്ട്. വിശ്വാസിക്ക് രണ്ട് സഹോദരങ്ങളുണ്ട്. ഒന്ന് അഖുൻ ഫിൽ ഇസ്ലാം, രണ്ടാമത്തത് അഖുൻ ഫിൽ ഇൻസാനിയ. ഒന്നാമത്തത് ഇസ്ലാമിൽ ഒരു സഹോദരനുണ്ട്. അതാരാ? മുസ്ലിമീങ്ങളാണ്. നമ്മളൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. There are one kind of brotherhood is there or sisterhood is there, that is akhun fil insaniya. മാനവികതയിൽ, ഹ്യൂമാനിറ്റിയിൽ നമുക്ക് ചില സൗഹൃദങ്ങളുണ്ട്. അതിന് ജാതിയില്ല, അതിന് മതമില്ല, അതിന് രാഷ്ട്രീയമില്ല, അതിന് വ്യത്യാസമൊന്നുമില്ല. രണ്ട് സുഹൃത്ത് ബന്ധവും ഉള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ. മാനവികതയിൽ, മനുഷ്യത്വത്തിൽ സുഹൃത്ത് വേണം, വിശ്വാസത്തിൽ സുഹൃത്ത് വേണം. വിശ്വാസത്തിന്റെ സൗഹൃദം മനുഷ്യത്വത്തിന്റെ സൗഹൃദത്തിനെതിരാകരുത്, മനുഷ്യത്വത്തിന്റെ സൗഹൃദം വിശ്വാസത്തിന്റെ സൗഹൃദത്തിനും എതിരാകരുത്. ഇത് രണ്ടും ചേർന്ന് നിന്ന് പോകുമ്പോഴാണ് നമ്മൾ ഹൈറുമ്മയായി ആളുകൾക്ക് അനുഭവപ്പെടുക. നമ്മൾ പ്രോജ്വലിക്കുന്ന അയലോന എന്ന അത്യുത്തമമായ സമുദായമായി മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു വിധാനത്തിലേക്ക് നമ്മൾ വളരുക. അങ്ങനെ വളരുന്നതിനാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുക. ആ മൂല്യത്തിലേക്ക് സ്വന്തം മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മറ്റു മതങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനും അവരോടൊക്കെ സംവദിക്കാനും അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്ന, നിങ്ങൾ ഈ 3F ചെയ്യുന്നത് പോലെ ആ ദൗത്യം നിർവഹിക്കുന്ന മഹത്തരമായ ഒരു സംസ്കാരത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ വിശ്വാസത്തിന്റെ തനിമ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അവരെയാണ് കാലം കാത്തിരിക്കുന്നത്. അത്തരം കൂട്ടായ്മകളിലൂടെയാണ് ഇനി ഇസ്ലാം മറ്റുള്ളവർ പരിചയപ്പെടുക. പ്രഭാഷണങ്ങളിലൂടെയോ ചടങ്ങുകളിലൂടെയോ ഇത്തരം കൂട്ടായ്മകളിലൂടെയോ മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങളിലൂടെ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമ്മുടെ പുഞ്ചിരിയിൽ അവർ ഇസ്ലാമിനെ കണ്ടെത്തണം, നമ്മുടെ വേഷത്തിൽ അവർ ഇസ്ലാമിനെ കണ്ടെത്തണം, സംസ്കാരത്തിൽ അവർ ഇസ്ലാമിനെ കണ്ടെത്തണം, നമ്മുടെ സാമ്പത്തികമായ വിനിമയത്തിൽ അവർ ഇസ്ലാമിനെ കണ്ടെത്തണം, നമ്മുടെ വിദ്യാഭ്യാസ ഇടപെടലുകളിൽ അവർ ഇസ്ലാമിനെ കണ്ടെത്തണം. ആ സൗഹൃദത്തിന്റെ വിശാലതയിലൂടെ ഇസ്ലാമിനെ കണ്ടാൽ ആ ഇസ്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ളതാവും.
നമ്മൾക്കിടയിലുള്ള അനാവശ്യമായ സംഘടനകൾക്കിടയിലൊക്കെ നമ്മളുണ്ടാക്കുന്ന വൈര്യങ്ങൾ ഇല്ലാതാകും. നമ്മളൊരു മുസ്ലിം ഉമ്മ എന്ന രീതിയിൽ ഒന്നിച്ചു നിൽക്കാൻ നമ്മൾ പഠിക്കും. നമ്മളൊരു മില്ലത്ത് എന്ന നിലയിൽ ഈ നാട്ടിലെ മനുഷ്യ സമൂഹത്തെ മുഴുവനും ചേർത്ത് നിൽക്കാൻ നമ്മൾ പഠിക്കും. ഇത് രണ്ടും തിരിച്ചറിയുന്ന ഒരു യാത്രയാണ് നമുക്ക് വേണ്ടത്. വിശ്വാസികളുടെ മുന്നിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, നിങ്ങൾ ഉമ്മത്തിന്റെ ഭാഗമാവുക. 2, നിങ്ങൾ മില്ലത്തിന്റെ ഭാഗമാവുക. ഉമ്മത്തിന്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ, അതിലെല്ലാവരും, എല്ലാ മുസ്ലിമീങ്ങളും അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുന്നവരെല്ലാം അതിന്റെ ഭാഗമാണ്. രണ്ടാമത്തത് മില്ലത്ത് ഇബ്രാഹീം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ ഭാഗമാവുക. അതിൽ മുൻകഴിഞ്ഞു പോയ മതങ്ങളുണ്ട്, വിഭാഗങ്ങളുണ്ട്, ചിന്തകളുണ്ട്, ധാരകളുണ്ട്. ഈ കാണുന്ന മനുഷ്യ സമൂഹം മുഴുവനുണ്ട്. ആ മനുഷ്യ സമൂഹത്തെ മുഴുവനും നമ്മൾ എടുക്കുമ്പോൾ, നിലനിർത്തുമ്പോൾ, മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ആ സംസ്കാരത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, പ്രവാചകന്റെ ഉമ്മത്ത് എന്ന നിലക്ക്, അവസാനത്തെ ജനവിഭാഗം എന്ന നിലക്ക് ആ കരുത്ത് നമ്മൾ തെളിയിക്കുക കൂടി ചെയ്യുമ്പോൾ നമ്മൾ ലോകത്തിന്റെ വിളക്കും വെളിച്ചവുമായി, ലോകത്തിന്റെ നന്മയും നിറവുമായി നമുക്ക് മാറാൻ കഴിയും. അങ്ങനെ മാറുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി ഈ സംഗമം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സർവശക്തൻ നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ മക്കളും സംഹരിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.